അസദിതി ചേത് ന പ്രതിഷേധമാത്രത്വാത്. അസത്ത് ഇല്ലാത്തത്, ഇതി ചേത് എന്നാണെങ്കിൽ ന ദോഷം, ആ ദോഷം ഉണ്ടാവത്തില്ല. പ്രതിഷേധമാത്രത്വാത്, ഇത് പ്രതിഷേധത്തിന് വേണ്ടി മാത്രമാണ്, ഇത് കാരണത്തെ കൂടാതെ കാര്യമില്ല എന്നത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് എന്നുള്ളത്. ഉത്പത്തിക്ക് മുമ്പ് ജഗത്തില്ല എന്ന് വരുന്നില്ല. കാരണമായ ബ്രഹ്മമുണ്ട്, അതിൽ ജഗത്താകുന്ന കാര്യം ഇരിക്കുന്നുണ്ട്. ആ ജഗത്ത് അസ്പഷ്ടമാണ് എന്നർത്ഥത്തെ കാണിക്കുന്നതല്ലാതെ കാരണത്തെ നിഷേധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ അസത്ത് എന്നുള്ള പ്രയോഗത്തിൽ കാണുന്നത്. കാര്യരൂപേണ ജഗത്ത് പ്രത്യക്ഷമായിട്ടില്ല എന്ന് മാത്രമാണ് നിഷേധം കാണിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഈ അസത്ത് എന്നുള്ളൊരു വാക്ക് വലിയ പ്രശ്നമുള്ളതായിട്ടാണ് ഈ വേദത്തിൽ കാണുന്നത്. അത് വളരെ ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അസന്നേവ സഭവതി എന്നുള്ള ആ ഒരു പ്രയോഗം, അസദ്വായുധമഗ്ര ആസീത്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആദ്യം അസത്തായിരുന്നു ഉണ്ടായിരുന്നത്, സതോഭിജായത എന്നുള്ള, പിന്നീടാണ് സത്തുണ്ടായത്. അപ്പോൾ ആദ്യം ഇല്ലായ്മയായിരുന്നു, പിന്നീട് ഇതെല്ലാം ഉണ്ടായി എന്ന പ്രയോഗത്തിൽ ആദ്യമില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന അസത്തിനെ സത്യമായി എടുത്തുകൊണ്ട് ഇവിടെ ആദ്യം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് സമർത്ഥിക്കുന്നതിനകത്താണ് എല്ലാവരുടെയും ശ്രദ്ധ പോകുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ വേദത്തിൽ അവിടെ അസത്ത് എന്ന പ്രയോഗത്തിന് ഒന്നുമില്ലായ്മ എന്നല്ല അർത്ഥം. പകരം ഇപ്പോൾ ഇവിടെ കാര്യരൂപത്തിൽ വിവൃതമായിട്ട് വിവിധ രൂപത്തിൽ കാണപ്പെടുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ ഇപ്രകാരമുള്ള രൂപം അവിടെ ഇല്ലായിരുന്നു എന്ന് മാത്രമേ അർത്ഥമുണ്ടാവൂ. കാരണരൂപത്തിൽ അപ്രകാരമില്ലായിരുന്നു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ആത്യന്തികമായിട്ടില്ലായ്മ എന്നർത്ഥമില്ല. ഇതാണ് ഈ സൂത്രത്തിൻ്റെ അർത്ഥം. അപ്പോൾ അവിടെ നമുക്ക് കാണാം, അവിടെ ഒരു പ്രതിഷേധം എന്നുള്ള പ്രയോഗത്തിൽ പ്രതിഷേധം ഈ കാര്യരൂപത്തിൻ്റെ ഈ വൈവിധ്യങ്ങളെല്ലാം കാരണത്തിൽ അതേപോലെ ഉണ്ട് എന്നത് നിഷേധിച്ചിരിക്കുകയാണ്, അല്ലാതെ മറ്റൊന്നല്ല ഈ അസത്ത് പ്രയോഗത്തിൽ എന്ന് സാരം. അപ്പം സദസത് ഭിന്നം എന്നുള്ള ഒരു പ്രയോഗമുണ്ട് ചില സന്ദർഭങ്ങളിൽ. അവിടെ സത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണപ്പെടുന്ന പ്രപഞ്ചവും, അസത്ത് എന്ന് പറയുന്നത് ഈ കാണപ്പെടുന്ന പ്രപഞ്ചത്തിൻ്റെ കാരണരൂപവും. അപ്പം ബ്രഹ്മത്തെക്കുറിച്ച് പറയുമ്പോൾ സദ അസത് ഭിന്നം എന്നുള്ള പ്രയോഗം എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ മനസ്സിലാക്കുന്നത് ഇപ്രകാരമാണ്: കാര്യരൂപമായ പ്രപഞ്ചത്തിനും കാരണരൂപമായ പ്രപഞ്ചത്തിൽ നിന്നും ഭിന്നമായിട്ടുള്ളതാണ് സത്ത് എന്ന ബ്രഹ്മം. അപ്പോൾ ഇവിടെ നമുക്ക് സത്ത്, അസത്ത്, പിന്നെ സത്ത്, ഇങ്ങനെ ഉള്ള ഒരു രീതിയും പലപ്പോഴും കാണാം. ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ ഈ സത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് കേവലം ബ്രഹ്മം മാത്രമാണ്. സർവം തം പരാദദ്യോ അന്യത്ര ആത്മനഃ സർവം വേദ. ബൃഹദാരണ്യം 2:4-6 ആദ്യം ആത്മാവിനെ കൂടെയുള്ളതല്ല ആരറിയുന്നുവോ അവൻ ഒരു പദാർത്ഥത്തിൻ്റെയും സ്വരൂപം ആത്മാവിനെ കൂടാതെ ഉള്ളതാണ് ഇതെല്ലാമെന്ന് യാതൊരുവൻ അറിയുന്നുവോ അവൻ ഒന്നിനെയും അറിയുന്നില്ല. അപ്പോൾ ഉത്പത്തിക്ക് മുമ്പും ഉത്പന്നമായതിനു ശേഷവും ഉള്ളത് ഈ ആത്മാ തന്നെയാകുന്നു. ആത്മാ എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെയാകുന്നു. അന്നും ഇന്നും ജഗത്ത് എന്ന് പറയുന്നത് കേവലം നാമം മാത്രമാണ്. അതായത് കാര്യരൂപത്തിലേക്ക് വന്നു എന്നതുകൊണ്ട് കാരണത്തിന് മാറ്റമില്ല എന്നതും കൂടെ നമ്മളെപ്പോഴും ഇവിടെ ഓർക്കണം. ഇവിടുത്തെ ഈ ചർച്ചകൾ മുഴുവൻ പോകുന്നത് ജഗതുത്പത്തിയിൽ ആധുനിക ശാസ്ത്രത്തിൻ്റെ സിദ്ധാന്തങ്ങൾ പോലും ഇതിൽ നിഷേധിക്കപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ ആദ്യം തുടക്കത്തിലുണ്ടായിരുന്നത് ബോധമാണെന്നും ആ ബോധത്തിൽ നിന്നാണ് ജഡരൂപമായ ജഗത്തിൻ്റെ ആവിർഭാവം എന്നുള്ളത് ഒരിക്കലും മറ്റൊരു ശാസ്ത്രത്തിലും ഒരിടത്തും ഒരു മതത്തിലും സമ്മതിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അവിടെ കേവല ബോധം. അപ്പോൾ ഈ കേവല ബോധത്തിനെയാണ് സത്ത് എന്ന് പറയുന്നത്, അല്ലാതെ മറ്റൊന്നല്ല. സത്ത് എന്ന് പറയുന്നത് ബോധമില്ലാത്ത സത്ത്, അതിൽ നിന്ന് ജഗത്തുണ്ടായി എന്നുള്ളതല്ല.
അപ്പോൾ ഈ കേവലബോധം മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നുള്ള വാദത്തെ, എന്നുള്ള ദർശനത്തിനെ വേദാന്തമല്ലാതെ മറ്റൊരിടത്തും പറയുന്നില്ല. അപ്പോൾ ആ ഒരു ദൃഷ്ടിയിൽ വെച്ചിട്ടാണ് അവിടെ നമ്മൾ ഈ അസത്ത് എന്നുള്ള പ്രയോഗത്തിൽ ബോധത്തിൻ്റെ അഭാവം പോലും മറ്റുള്ളവരെ ആരോപിക്കുന്നു. അപ്പം സത്ത് എന്ന് പറയുന്നത് ഇവിടെ വ്യാകൃത പ്രപഞ്ചവും ഇവിടെയുള്ള ജീവജാലങ്ങളും കൂടെ ചേർന്ന് ഒന്നായിട്ടിരിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ കേവല അഭാവമായിട്ടാണ് അസത്തിനെ ചിലർ കാണുന്നത്. എന്നിട്ട് അവർ അത് വേദസമ്മതമാണെന്നും കൂടി പറഞ്ഞു കളയും. അങ്ങനെയാണ് നമ്മൾ കണ്ടുവരുന്നത്. പക്ഷെ അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ അസത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വ്യാകൃത പ്രപഞ്ചത്തിൻ്റെ അവ്യാകൃതത്തിലേക്കുള്ള പോക്കിനെ മാത്രമേ എടുത്തിട്ടുള്ളൂ എന്ന്. അപീതൗ തദ്വത് പ്രസംഗാദ് അസമഞ്ജസം. അപീതൗ പ്രളയത്തിൽ, തദ്വത്ത് കാര്യപ്രപഞ്ചത്തിനെന്ന പോലെ, പ്രസംഗാത് ചേർച്ച നിമിത്തം അശുദ്ധി ബ്രഹ്മത്തിന് വരുന്നു എന്നതുകൊണ്ട് അസമഞ്ജസം. അപ്പം ഇങ്ങനെയുള്ള വേദസിദ്ധാന്തം യോജിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പൂർവപക്ഷം വന്നിരിക്കുകയാണ്. അപ്പം പൂർവപക്ഷിയുടെ പറയുന്നത്, വേദാന്തത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ബോധത്തിൽ നിന്നാണ് പ്രപഞ്ചമുണ്ടായത്. അതായത് സത്യം, ബോധം എന്ന് പറയുമ്പോൾ കേവല ബോധമാണ്. ആ ബോധത്തിനെ തന്നെയാണ് സത്തെന്ന് പറയുന്നത്. ആ ബോധത്തിനെ തന്നെയാണ് അനന്തം എന്ന് പറയുന്നത്. ആ ബോധത്തിനെ തന്നെയാണ് ആനന്ദം എന്ന് പറയുന്നത്. വിവിധ വാക്കുകൾ കൊണ്ട് പറയുന്നു എന്നേ ഉള്ളൂ, അർത്ഥഭേദങ്ങളില്ല. കാരണം അർത്ഥഭേദം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വാക്കുകൊണ്ട് എന്തിനെ ഉദ്ദേശിക്കുന്നുവോ ആ വാക്കിൻ്റെ അർത്ഥത്തിന് വ്യത്യസ്തമായ മറ്റൊരു വാക്ക് ആണ് പ്രയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് മറ്റൊരർത്ഥത്തെയാണ് കാണിക്കുന്നത്. ആ അർത്ഥം എന്ന് പറയുന്നത് മറ്റൊരു വസ്തുവിനെയായിട്ട് മാറും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബോധം വേറെ, സത്ത് വേറെ, അനന്തം വേറെ, ആനന്ദം വേറെ, ഇപ്രകാരം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ബോധം വേറെ, സത്ത് വേറെ, ഇങ്ങനെയും കൂടെ ഒരു ദ്വൈതഭേദം കാണുന്ന ആൾക്കാരുണ്ട്. അപ്പം ബോധവും സത്തും ഒന്ന് തന്നെയാണ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് സ്വീകാര്യമല്ലാത്ത ഒരു സ്ഥിതി വരും. അതിന് വേണ്ടിയിട്ട് ഈ സൂത്രം പറഞ്ഞിരിക്കുകയാണ്. ഈ സൂത്രം ഇപ്പം പൂർവപക്ഷിയുടെ സൂത്രമാണ്. അവർ പറയുകയാണ് അപീതൗ എന്ന്. അപീതൗ എന്ന് പറയുന്നത് ഇവിടെ പ്രളയത്തിൽ നിന്ന് സാരം. അപീതൗ പ്രളയത്തിൽ തദ്വത് പ്രസംഗാത്, തദ്വത് പ്രസംഗം ഉണ്ടാവും. അപ്പോൾ അതായത് ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്പത്തിയും സ്ഥിതിയും മാത്രമല്ലല്ലോ നിൽക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ വിനാശം എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ. അപ്പം പ്രപഞ്ച വിനാശവും കൂടി കണ്ടിട്ടാണ് ഈ ചർച്ച പോകുന്നത്. അപ്പോൾ ഇത് സമ്പൂർണ്ണമായിട്ട് നശിച്ചാൽ എന്തു പറ്റുന്നു? നശിച്ചു കഴിഞ്ഞാൽ കാര്യം കാരണത്തിൽ വിലയിക്കണം എന്ന്, കാരണത്തിലേക്ക് തിരിച്ചു പോകണം എന്നുള്ളതാണ് സിദ്ധാന്തം. ഒന്നുകിൽ കാര്യം സമ്പൂർണ്ണമായിട്ട് നശിച്ചു പോകാം, അല്ലെങ്കിൽ കാര്യം കാരണത്തിലേക്ക് തിരിച്ചു പോകാം. ഈ രണ്ടല്ലാതെ വേറെ ഒന്നും സാധ്യമല്ല. അപ്പം കാര്യം ശൂന്യത്തിലേക്ക് പോകാം, അല്ലെങ്കിൽ കാര്യം കാരണത്തിലേക്ക് പോകാം. കാര്യം ശൂന്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ കാര്യപ്രപഞ്ചത്തിൻ്റെ അസ്തിത്വം ശൂന്യമാണെന്ന് പറയേണ്ടി വരും. കാരണം ഒന്നുമില്ലായ്മയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലായ്മ തന്നെ ആയിരിക്കണം അതിൻ്റെ ഉത്പത്തിക്കും കാരണം. അപ്പോൾ അല്ലാതെ ഒന്നുമില്ലായ്മയിലേക്കൊന്നും പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുമില്ല. കാര്യം കാരണത്തിലേക്ക് മടങ്ങത്തേ ഉള്ളൂ, അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിലേക്ക്, മറ്റൊരു വസ്തുവായിട്ട്. അപ്പോൾ മറ്റൊരു വസ്തുവായിട്ട് മാറിക്കഴിഞ്ഞാൽ ഈ കാര്യം കാരണമായിക്കൊണ്ട് മറ്റൊരു കാര്യം ജനിച്ചു എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഈ കാര്യം പൂർണ്ണമായിട്ടില്ലായ്മ എന്ന് പറയുന്നത് ഇവിടെ യുക്തിക്ക് യോജിക്കുന്നതുമല്ല, അനുഭവത്തിന് യോജിക്കുന്നതുമല്ല. ഒരു രൂപം മറ്റൊരു രൂപത്തിലേക്ക് മാറുന്നതേ നമ്മൾ എപ്പോഴും കാണുന്നുള്ളൂ. സാത്യന്തികമായിട്ട് വിനാശത്തിലേക്ക് പോകുന്നത് ഖപുഷ്പ എന്നൊക്കെയുള്ള പ്രയോഗത്തിൽ മാത്രമേ ഉള്ളൂ. അതായത് ആകാശപുഷ്പം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാകുന്നു. ആ പ്രശ്നം എന്ന് പറയുന്നത് അപീതവും, പ്രളയകാലത്തിൽ ഈ കാണപ്പെടുന്ന വ്യാവഹാരിക പ്രപഞ്ചത്തിൻ്റെ വൈവിധ്യങ്ങൾ മൂലമുണ്ടായിരിക്കുന്ന സകല ദോഷങ്ങളും, ആ ദോഷം എന്ന് പറയുന്നത് അല്പത്വമാണ് ഓരോ പ്രധാനമായിട്ടുള്ള ദോഷം. ഈ
ഒന്ന് മറ്റൊന്നിൻ്റെ പരിധിക്കുള്ളിലേക്ക് കടക്കാതെ ഓരോന്നും സ്വന്തം സ്വന്തം എന്നുള്ള നിലയിൽ അവരവരുടേതായിട്ടുള്ള പരിധിക്കുള്ളിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. ആകാശം ജലമല്ല, ജലം വായുവല്ല, അഗ്നിയല്ല. പിന്നെ അതേപോലെ തന്നെ ഈ ദ്രവ്യങ്ങൾ ഓരോന്നിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ ഇപ്രകാരമുള്ള ഈ വൈവിധ്യങ്ങൾ മുഴുവനും ഒന്ന് മറ്റൊന്നിനെ പരിമിതപ്പെടുത്തുന്നു. അങ്ങനെ ഒന്ന് മറ്റൊന്നിനെ പരിമിതപ്പെടുത്തുമ്പോൾ ഇതിൻ്റെ അനന്തത്വം എന്ന് പിന്നെ അവിടെ പറയാൻ സാധ്യമല്ല. പിന്നെ തീർച്ചയായിട്ടും ഈ കാണപ്പെടുന്നതിനകത്തെല്ലാം ദൃഗ്ദൃശ്യ ഭേദങ്ങൾ, അതായത് ജീവജഗത് ഭേദങ്ങൾ എന്നൊക്കെ പറയാവുന്ന തരത്തിൽ ബോധ്യബോധക ഭേദങ്ങൾ, ഇങ്ങനെ സകലവിധ ഭേദങ്ങളും അതോടൊപ്പം തന്നെ വരുന്നു. അതേമാതിരി സുഖദുഃഖ അനുഭവം, പ്രതീതി ഓരോന്നിൻ്റെയിൽ നിന്നും ഒന്നിൽ നിന്നൊന്ന് വ്യത്യസ്തമായിട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ദുഃഖഹേതുക്കളെന്നും സുഖഹേതുക്കളും എന്ന് പറയുന്ന രീതിയിൽ ഇപ്പോൾ ഇപ്രകാരമുള്ള ഓരോന്നും അതിൻ്റെ കാരണത്തിലേക്ക് പോയാൽ, ഇപ്പോൾ സുഖഹേതു അതിൻ്റെ കാരണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആ സുഖഹേതുവിൻ്റെ കാരണരൂപത്തിൽ നിൽക്കുകയും ദുഃഖഹേതു അതിൻ്റെ കാരണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ദുഃഖഹേതു എന്നുള്ള സ്റ്റാറ്റസ് നിർത്തിക്കൊണ്ടും ഒക്കെ പോകേണ്ടി വരത്തില്ലേ എന്ന്. അല്പമായിട്ടുള്ള ഒന്ന് അതിൻ്റെ കാരണത്തിലേക്ക് പോയാൽ അല്പത്വം നിലനിർത്തുന്നു. ഭേദത്വം, അതായത് ആകാശത്തിൻ്റെ കാരണത്തിലേക്ക് ആകാശം പോയി കഴിഞ്ഞാൽ, അങ്ങനെയല്ലേ പോകാൻ പറ്റത്തുള്ളൂ, പോയി കഴിഞ്ഞാൽ അഗ്നിയുടെ കാരണത്തിലേക്ക് അഗ്നി പോയി കഴിഞ്ഞാൽ അത് രണ്ടും അവിടെ ഒന്നായിട്ട് ഒരു കാരണമായിട്ട് മാറുക സാധ്യമല്ല എന്ന്. അതെല്ലാം, അതായത് എന്തെല്ലാം ഈ കാര്യരൂപത്തിലെ വൈവിധ്യമുണ്ടോ കാരണത്തിലും ഈ വൈവിധ്യങ്ങളെല്ലാം നിൽക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്ന സൂത്രം. കാര്യപ്രപഞ്ചത്തിലെന്നതുപോലെ അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ വരുന്നത് അശുദ്ധി എന്ന് പറയുന്നത്. അശുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശുദ്ധം എന്ന് പറഞ്ഞാൽ ഏകമായിട്ടുള്ളതാണ് ശുദ്ധം. രണ്ടാമതൊന്ന് ചേർന്ന് കഴിഞ്ഞാൽ അത് അശുദ്ധമായി. അതിനി എന്താണെങ്കിലും ശരി, വെള്ളം ശുദ്ധമാണ്, ജലം പാല് ശുദ്ധമാണ്. പാല് ശുദ്ധമായ പാലിൻ്റെ കൂട്ടത്തിൽ ശുദ്ധമായ വെള്ളം ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അത് ശുദ്ധമായ പാലും വെള്ളം എന്ന് വേണമെങ്കിൽ പറയാമെന്നുള്ളതല്ലാണ്ട്, അപ്പോൾ അതിൻ്റെ ശുദ്ധത്തിൻ്റെ അർത്ഥമൊക്കെ മാറി. അത് പിന്നെ പാലുമല്ല വെള്ളവുമല്ല, രണ്ടും മറ്റൊന്നായിട്ട് മാറി. ഇതാണ് ഇപ്രകാരം. ഇപ്പം ശുദ്ധമായ ബ്രഹ്മം പിന്നെ ശുദ്ധം എന്ന് പറയുക സാധ്യമല്ല. പ്രപഞ്ചം കലർന്ന ബ്രഹ്മമാണത്. ഇനി പ്രപഞ്ചം വൈവിധ്യം ആയ പ്രപഞ്ചത്തോടു കൂടിയ ബ്രഹ്മം പിന്നീട് സാക്ഷാൽ ബ്രഹ്മമല്ല, പകരം മറ്റെന്തോ ഒന്നായിട്ട് മാറത്തില്ലേ? ഇങ്ങനെയൊക്കെയുള്ളതാണ് ചോദ്യം. പക്ഷേ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അങ്ങനെ പറഞ്ഞാൽ വേദവിരോധവുമായി. അപ്പോൾ ഈ പറയുന്ന യുക്തികളൊക്കെ ഇപ്രകാരം തന്നെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ വേദവാക്യങ്ങളിൽ തന്നെ വൈരുദ്ധ്യമുണ്ടാകുന്നു. അല്ലെങ്കിൽ ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വേദസിദ്ധാന്തത്തിന് തന്നെ എതിരായിട്ട് മാറുന്നു. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ യുക്തിക്ക് യോജിക്കുന്നതായിരിക്കത്തില്ല. ഇനി ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ അനുഭവത്തിനും, തീർച്ചയായിട്ടും അനുഭവത്തിന് വിഷയമായിട്ടുള്ളതല്ലല്ലോ ഇതെല്ലാം തന്നെ. അനുഭവത്തിന് വിധേയമായിട്ടും വിഷയമായിട്ടും ഒക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ പിന്നെ ചർച്ചയുടെ ആവശ്യം തന്നെ വരുന്നില്ല. ചർച്ച വേണ്ടി വരുന്നത് അനുഭവത്തിന് യോജിക്കാത്തത് കൊണ്ടാണല്ലോ ചർച്ച വേണ്ടി വരുന്നത് തന്നെ. അന്വേഷണം വേണ്ടി വരുന്നതും അനുഭവത്തിന് വിധേയമാവാത്തത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളെല്ലാം അവിടെ കിടക്കത്തില്ലേ എന്നുള്ളതാണ്. അപ്പം പ്രളയത്തിൽ ഈ കാണപ്പെടുന്ന പ്രപഞ്ചത്തോടുകൂടിയ കാരണരൂപമായിക്കൊള്ളട്ടെ. അപ്പം കാരണരൂപമായ പ്രപഞ്ചം വൈവിധ്യം നിലനിർത്തുക എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളതായിരിക്കണമല്ലോ. അപ്പോൾ എങ്കിൽ മാത്രമേ ഇതിനെ പ്രപഞ്ചം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. വൈവിധ്യമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ബ്രഹ്മത്തിൽ നിന്നും പ്രപഞ്ചത്തിനെ വേർതിരിക്കുന്ന തരത്തിൽ ഒന്നും തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ പ്രപഞ്ചം എന്ന് പറയാനൊന്നുമില്ല. പ്രപഞ്ചം എന്ന് പറയുന്ന ഒന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് ഈ അനുഭവത്തിന് വിധേയമായിട്ട് അനുഭവിയായിട്ട് ജീവാത്മാവായിട്ട് ജീവികളായിട്ടൊക്കെയുള്ള ഇതൊന്നും സാധ്യമേ അല്ല. അപ്പോൾ അപ്രകാരമെല്ലാം ഇരിക്കുന്നത് കൊണ്ട് യുക്തിയിൽ പറയാം ഇതിൻ്റെ കാരണം ഇപ്രകാരം തന്നെയായിരിക്കും എന്ന്. അപ്പോൾ ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരമല്ല. കാരണം ചിലർ ഈ വാദത്തെ എടുത്തുകൊണ്ട് മനുഷ്യൻ ഉണ്ടാകുന്നത് മനുഷ്യനിൽ നിന്ന് മാത്രമാണ്, അതുകൊണ്ട് മനുഷ്യൻ്റെ കാരണം എപ്പോഴും മനുഷ്യനായിരിക്കണം, മൃഗങ്ങളുടെ കാരണം എപ്പോഴും മൃഗങ്ങളാകണം, ഇപ്രകാരമുള്ള സിദ്ധാന്തത്തിലേക്ക് പോയിട്ടുണ്ട്. എന്നിട്ട് ആ സിദ്ധാന്തത്തിന് ഇങ്ങനെയാണ് പറയുന്നത്, അതുകൊണ്ട് ഈ മനുഷ്യന് പൂർവ്വജന്മത്തിലും മനുഷ്യനായിരിക്കണം, ഭാവി ജന്മത്തിലും മനുഷ്യനായിരിക്കണം. ഈ മൃഗം, അതുകൊണ്ട് അതെല്ലാം ഓരോ ജീവികളുടെയും നിത്യത്വം അവരതിനകത്ത് കൽപ്പിച്ചിട്ടുണ്ട്.
ഇങ്ങനെയൊക്കെ സിദ്ധാന്തങ്ങൾ, പല ആശയങ്ങളൊക്കെ പലതും ഇവിടെ പോകുന്നുണ്ട്. അതായത് ചുരുക്കത്തിൽ ഇങ്ങനെ പറയാം, ഒരു മനുഷ്യനിൽ നിന്ന് മാത്രമേ മനുഷ്യനുണ്ടാവത്തുള്ളൂ എന്നും പിന്നെ ഭാവിയിലും മനുഷ്യനിൽ നിന്ന് മനുഷ്യൻ മാത്രമേ ഉണ്ടാവത്തുള്ളൂ എന്നും ശരീരത്തിൻ്റെ ദൃഷ്ടിയിൽ. ഇനി പൂർവ്വജന്മത്തിൻ്റെയും ഭാവി ജന്മത്തിൻ്റെയും ദൃഷ്ടിയിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പൂർവ്വജന്മത്തിൽ ഇവൻ മനുഷ്യൻ തന്നെയായിരിക്കണം, ഇപ്പോൾ ഇവൻ മനുഷ്യനായതുകൊണ്ട് ഇനി ഭാവി ജന്മത്തിൽ തന്നെ ഇവൻ മനുഷ്യനായിരിക്കണം. ഇപ്രകാരമുള്ള എല്ലാം ഇവിടെ അതെല്ലാം അംഗീകരിക്കുന്നുണ്ട് എങ്കിൽ കാര്യത്തിൻ്റെ എല്ലാവിധത്തിലുള്ള സഗുണത്വങ്ങളും കാരണത്തിൽ നിലനിർത്തണം. ഇങ്ങനെ കാരണത്തിൽ സകല സഗുണത്വങ്ങളും നിലനിർത്തിയാൽ പ്രളയം എന്ന് പറയുന്നത് കാര്യവിനാശം ആണല്ലോ പ്രളയം എന്ന് പറയുന്നത്. അപ്പം കാര്യവിനാശം വന്നു കഴിഞ്ഞാൽ ഇത് മുഴുവൻ കാരണത്തിൽ ലയിക്കും എന്നുള്ളതാണ്. കാരണത്തിൽ ലയിക്കുക എന്ന് പറയുന്നത് കാരണത്തിനെ, ആത്യന്തികമായ കാരണത്തിനെ ബ്രഹ്മമാണ് പറഞ്ഞിരിക്കുന്നത്. യസ്മിൻ സർവാണി ഭൂതാനി എങ്ങനെ വിലയം പ്രാപ്നുവന്തി എന്നുള്ള അർത്ഥത്തിൽ പോകും. അപ്പോൾ എങ്ങനെ ഈ ഭൂതങ്ങളെല്ലാം ഇതിൽ ലയിച്ചു ചേരുമ്പോൾ കാരണത്തിൽ ഇതെല്ലാം വൈവിധ്യങ്ങളോടുകൂടി തന്നെ നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് ഇത് ആ കാരണം, ആത്യന്തികമായ കാരണം എന്ന് പറയുന്ന ബ്രഹ്മം അപ്പോൾ ദോഷയുക്തമായി തീരും. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ദോഷയുക്തമായി കഴിഞ്ഞാൽ സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന നിർവചനത്തിന് ഭംഗം വരും. അതായത് പിന്നീട് ഈ അതൊന്നും സാധ്യമല്ല. നിത്യശുദ്ധം, നിത്യമുക്തം എന്നുള്ള പ്രയോഗങ്ങൾ, നിത്യശുദ്ധം എന്ന് പറയുന്നത് ശരിയാവത്തില്ല, നിത്യമുക്തം എന്ന് പറയുന്നത് ശരിയാവത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് ഈ വാദങ്ങളൊന്നും സ്വീകാര്യമല്ല എന്ന് സാരം. അതായത് സാഖ്യന്മാരുടെ പ്രധാനത്തെയാണ് ഈ നിഷേധിക്കുന്നത് മുഴുവൻ. അപ്പോൾ ആ നിഷേധിക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് ഈ വാദവും കൂടെ കയറി വരുന്നത്. അപ്പോൾ ഇവിടെ നതു അതിന് മറുപടി പറയുകയാണ്, നതു ദൃഷ്ടാന്തഭാവാത്. അങ്ങനെയല്ല, ദൃഷ്ടാന്തഭാവാത്, ദൃഷ്ടാന്തം ഉള്ളത് കൊണ്ട് തന്നെ എന്ന്. അതങ്ങനെ എന്താണ് അതിന് ദൃഷ്ടാന്തമുള്ളത്? അതായത് ഈ ഉപനിഷത്തിൻ്റെ നിശ്ചയമുണ്ടല്ലോ, അതായത് നിത്യശുദ്ധം, നിത്യമുക്ത, ആനന്ദം ആയിട്ടുള്ള ബ്രഹ്മം അത് കേവലം അദ്വിതീയം ആയിട്ടുള്ള ബ്രഹ്മമാണ്. ആ ബ്രഹ്മമാണ് അതാണ് ഒരേ ഒരു കാരണം. ആ ഒരേ ഒരു കാരണം എന്ന വാദത്തെയാണ് ഈ സാഖ്യന്മാർ സ്വീകരിക്കാത്തത്. ബ്രഹ്മ അവിടെ ഇരുന്നോട്ട് അത് ഞങ്ങൾ അംഗീകരിക്കുന്നേ ഇല്ല എന്നുള്ളതാണ് സാഖ്യന്മാർ പറയുന്നത്. നിങ്ങൾക്ക് ബ്രഹ്മം ഉണ്ടെങ്കിൽ അതിരുന്നോട്ടെ, പക്ഷേ നിങ്ങൾ പറയുന്ന ബ്രഹ്മത്തിന് തന്നെ ദോഷമായിട്ട് വരും എന്നുള്ളതാണ് സാഖ്യന്മാർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോഴാണ് പറയുന്നത് അങ്ങനെയല്ല, ദൃഷ്ടാന്തഭാവ, ദൃഷ്ടാന്തമുണ്ട്. അതിന് ഉദാഹരണമുണ്ട്. ഉദാഹരണം കാണിച്ചു തരാം. എന്താ ഉദാഹരണം ഉള്ളത്? രുചകാദികളായ സ്വർണ്ണാഭരണങ്ങളെല്ലാം ഉരുക്കി സ്വർണമാക്കുമ്പോൾ കാരണമായ സ്വർണത്തിൽ വികാരം മാറുന്നതായിട്ട് കാണുന്നില്ല എന്ന ഉദാഹരണം എടുത്തോളൂ. അതെന്ത് ഉദാഹരണമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആഭരണങ്ങളുടെ വൈവിധ്യം മുഴുവനും അവിടെ സ്വർണത്തിൽ ഇല്ല എന്ന്. എത്ര പ്രാവശ്യം വേണമെങ്കിലും ആഭരണം അവിടെ ഉണ്ടായി വരാം. അതുകൊണ്ട് ഒരാഭരണം, ഇപ്പോൾ കാണുന്ന ഈ ഒരു ആഭരണത്തിൻ്റെ കാരണരൂപമായിട്ട് സൂക്ഷ്മാവസ്ഥയിൽ ഇതേ രൂപം തന്നെ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന വാദം ഇതോടുകൂടി പൊളിഞ്ഞു എന്ന് സാരം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മാല ഉരുക്കി സ്വർണമായി കഴിയുമ്പോൾ ഈ മാലയുടെ സൂക്ഷ്മഭാവത്തിൽ കാരണരൂപത്തിൽ സ്വർണത്തിൽ ഇരിക്കുകയും പിന്നീട് ഈ മാല രൂപത്തിൽ തന്നെ വീണ്ടും വരുന്നു എന്നുള്ളത് ഇല്ല എന്ന്. കാരണരൂപത്തിലേക്ക് ഒരിക്കൽ മടങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നീട് ഇതിനെ കാര്യകാരണ ഭേദങ്ങൾ എന്ന് പറയുന്നതൊന്നും അവിടെ ഉണ്ടാവത്തില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ദൃഷ്ടാന്തഭാവം. ആ ദൃഷ്ടാന്തം ഇവിടെയുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം ഈ കാര്യപ്രപഞ്ചം ബ്രഹ്മത്തിലേക്ക് ലയിച്ചു എന്നതുകൊണ്ട് അവിടെ ഈ കാര്യപ്രപഞ്ചത്തിൻ്റെ വൈവിധ്യങ്ങൾ ബ്രഹ്മത്തിന് അശുദ്ധ രൂപത്തിലെ വൈവിധ്യങ്ങളായിട്ട് തന്നെ നിൽക്കും എന്നുള്ളത് സ്വീകാര്യമല്ല. ഇനി വേറൊന്നെടുത്തു കഴിഞ്ഞാലോ, ഈ ഭൂമിയിൽ നിന്ന് തന്നെയാണ് അണ്ടജ സ്വേദജ ഉദ്ഭജ ജരായുജങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ ഈ ജീവികൾ എന്ന് പറയല്ലോ,
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവികളെല്ലാം എവിടെ നിന്ന് വന്നു എന്ന് ഓരോരുത്തരും പറയും. ജീവികൾ വന്നിരിക്കുന്നത് അവരവരുടെ മാതാപിതാക്കളിൽ നിന്ന്. മാതാപിതാക്കളെന്ന് പറയുന്നത് കേവല നിമിത്തങ്ങൾ മാത്രമാണ്. കേവല നിമിത്തങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പം എന്താണ്, ഈ നമ്മൾ ഈ ഒരു പിടി അരി എടുത്തിട്ട് കലത്തിലേക്ക് ഇട്ട് കഴിയുമ്പോൾ കയ്യിൽ നിന്നാണ് അരി വന്നതെന്ന് പറയുന്നത് പോലെയുള്ളൂ ഈ മാതാപിതാക്കളുടെ സ്ഥാനം എല്ലാ ജീവജാലങ്ങളിലും. അല്ല, അത് മനുഷ്യരുടെ കാര്യമല്ല പറയുന്നത്. അപ്പം കയ്യിലെടുത്ത് അവിടെ ഒരു ഇടക്കാലത്തിലുണ്ടായ ഒരു കരണത്തിൻ്റെ സ്ഥാനം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരിടത്തുണ്ടായിരുന്നത് എടുത്ത് മറ്റൊരിടത്തേക്ക് ഇടുക മാത്രമാണ് ഉണ്ടായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അവ്യാകൃതമായിരിക്കുന്ന പഞ്ചഭൂതാത്മകമായ ശരീരം വ്യാകൃതമായ പഞ്ചഭൂത രൂപമായ ശരീരമായിട്ട് മാറുന്നതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഇടനിലക്കാർ മാത്രമാണ് ഓരോ ജീവജാലങ്ങളുടെയും അവരുടെ മാതാപിതാക്കളുടെ സ്ഥാനം കിടക്കുന്നത്. അതിനാൽ അപ്പോൾ ഇവിടെ ഈ അവ്യാകൃതവും വ്യാകൃതവുമായിട്ട് എന്താ? അവ്യാകൃതം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഈ വ്യാകൃതമായ ഇപ്പം വികാര രൂപത്തിൽ ഓരോരോ വ്യക്തി ശരീരങ്ങളായിട്ട് കാണുന്ന ഈ ശരീരങ്ങൾ മുഴുവനും നമ്മൾ മുമ്പ് തന്നെ കാണുകയുണ്ടായി. ഇവയെല്ലാം അതിൻ്റെ തൊട്ട് മുമ്പുള്ള കാരണത്തിലേക്ക് മടങ്ങിയാൽ ആ കാരണമെന്ന് പറയുന്നത് പൃഥ്വിയല്ലാണ്ട് മറ്റൊന്നല്ല എന്ന്. അതായത് സ്വേദജത്തിൻ്റെ കാരണത്തിലേക്ക് മടങ്ങിയാലും അണ്ടജത്തിൻ്റെ കാരണത്തിലേക്ക് മടങ്ങിയാലും ഉദ്ഭിജത്തിൻ്റെ കാരണത്തിലേക്ക് മടങ്ങിയാലും ജരായുജത്തിൻ്റെ കാരണത്തിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ദൃഷ്ടിയിലാണ് മടങ്ങിക്കഴിഞ്ഞാൽ അത് പൃഥ്വിയിൽ നിന്ന് തന്നെ വരുന്നതും പൃഥ്വിയാൽ നിലനിൽക്കുന്നതും പൃഥ്വിയിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്നതുമാണ്. അത് ദൃഷ്ടാന്തമാണ് എന്ന്. അവിടെ പൃഥ്വിയിലേക്ക് ഒരിക്കൽ മടങ്ങിപ്പോയി എന്നതുകൊണ്ട് അവിടെ മനുഷ്യൻ മണ്ണായി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യത്വം നിലനിർത്തിയ മണ്ണെന്നോ പിന്നെ ശുനകൻ മണ്ണായി കഴിയുമ്പോൾ ശുനകത്വം ആ മണ്ണിൽ അവശേഷിക്കുന്നു എന്നുള്ള ഭേദങ്ങളൊന്നുമില്ലല്ലോ. അത് സർവ്വജീവജാലങ്ങളും അത് മണ്ണിൽ നിന്ന് വന്നിട്ട് മണ്ണിലേക്ക് മടങ്ങുന്നു എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഇതൊരു ദൃഷ്ടാന്തമായിട്ട് എടുത്തുകൊണ്ട് ഇപ്രകാരം തന്നെയാണ് ബ്രഹ്മത്തിൽ നിന്നും ഈ നാമരൂപ വൈവിധ്യങ്ങളോട് കൂടിയിട്ടുള്ള ജഗത്ത് ഉത്പന്നമായി നിലനിൽക്കുന്നു. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അപീതവും പ്രളയത്തിൽ തിരിച്ചു മടങ്ങുമ്പോൾ ഇതൊന്നും തന്നെ അവശേഷിക്കുന്നില്ല എന്ന ഉദാഹരണവും എടുത്തുകൊള്ളൂ എന്ന്. അതായത് കാര്യത്തിന് കാരണത്തിൽ ലയം തന്നെ ഉണ്ടാകുകയില്ല എന്ന് നിങ്ങൾ പറയുന്നു. അത് ശരിയാണ്. കാര്യത്തിന് ലയം ഉണ്ടാവത്തില്ല, അതെല്ലാം വൈവിധ്യവും നിലനിൽക്കണമെന്ന് പറയുന്നു. നിങ്ങളുടെ വാദം ശരിയല്ല എന്ന്. ഒന്നും അവശേഷിക്കുന്നില്ല എന്ന്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ വേറൊരു പ്രശ്നമുണ്ടല്ലോ. അതായത് നമ്മളെപ്പോഴും കണ്ടുവരുന്നതെന്ന് പറയുന്നത് ഈ ജീവൻ പോയിട്ട് ഈ കർമ്മഫലങ്ങളെല്ലാം നിലനിർത്തിയിട്ട് മറ്റൊരു വ്യക്തിയായിട്ട് വന്നാൽ പോലും കർമ്മഫലങ്ങൾ ഇവനെ പിന്തുടരുന്നു തുടങ്ങിയിട്ടുള്ള വാദങ്ങളുണ്ടല്ലോ. ആ വാദങ്ങളെ ഇവിടുത്തെ ഈ സൃഷ്ടിയിലെ നമ്മളിപ്പോൾ പുനർജന്മത്തെക്കുറിച്ചുള്ളതോ അല്ലെങ്കിൽ ഈ സംസാര ചക്രത്തിൻ്റെ വിഷയത്തിനെ കുറിച്ചല്ല പറയുന്നത്. നമ്മളിവിടെ ഇപ്പോൾ പറയുന്നത് സൃഷ്ടിയെക്കുറിച്ചുള്ള കാര്യമാണ്. അപ്പോൾ സൃഷ്ടിയെക്കുറിച്ചുള്ള കാര്യം വരുമ്പോൾ നമ്മളിപ്പം തൽക്കാലം ആ വാദങ്ങളിലേക്കും അതിൻ്റെ ഭേദങ്ങളുടെയും അതിൻ്റെ അർത്ഥങ്ങളിലേക്ക് നമ്മളിപ്പം പോകേണ്ട കാര്യമില്ല. അത് പിന്നീട് അതിൻ്റെ വിഷയം വരുമ്പോൾ എടുക്കാം. ഇപ്പോൾ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഇത്രയും എടുക്കേണ്ടതുള്ളൂ. അതായത് ഈ പ്രധാനം എന്ന് പറയുന്നതിനെ നിഷേധിച്ചുകൊണ്ട് ബ്രഹ്മം തന്നെയാണ് ജഗത്തിൻ്റെ സൃഷ്ടി ഹേതുവായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം പ്രളയം വന്നു കഴിഞ്ഞാൽ പ്രപഞ്ചത്തോടുകൂടിയുള്ള ബ്രഹ്മമായിരിക്കണം പ്രളയത്തിലും. കാരണരൂപമായ പ്രപഞ്ചത്തോടുകൂടിയുള്ള ബ്രഹ്മമായിരിക്കണം പ്രളയത്തിലുണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇതം സർവം യദയമാത്മാ, ഈ കാണപ്പെടുന്ന സർവ്വതും ആത്മാ തന്നെയാണ് എന്ന പ്രയോഗമുണ്ട്. അതായത് കാര്യരൂപമായിട്ട് പ്രപഞ്ചം ഉണ്ടായാലും കാര്യരൂപത്തിൽ നിന്ന് കാരണരൂപത്തിലേക്ക് ഈ പ്രപഞ്ചം പോയാലും ബ്രഹ്മത്തിൻ്റെ സ്വരൂപത്തിന് യാതൊരുവിധ മാറ്റവുമില്ല, ഇടയ്ക്ക് മറ്റൊരു കാരണവും ഇല്ല എന്ന്.
അപ്പം പലരുടെയും വാദം ഇങ്ങനെയാണ്. ഇതെല്ലാം അതായത് യുക്തി കൊണ്ട് പോകുന്ന ആൾക്കാരുടെ വാദം ഇതാണ്: ബ്രഹ്മം അങ്ങനെ തന്നെ ബ്രഹ്മമായിട്ട് 3 കാലത്തും മാറാതിരിക്കുന്നു. അത് ബ്രഹ്മഭിന്നമായിട്ട് ജഗത്തിങ്ങനെ മാറിയും അത് കാര്യരൂപത്തിലേക്കും വരുന്നു, പിന്നെ കാരണരൂപത്തിലേക്കും വരുന്നു, കാര്യരൂപത്തിലേക്കും വരുന്നു, കാരണരൂപത്തിലേക്ക് വരുന്നു. ഇപ്രകാരം 2 നിത്യത്വം വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. 2 നിത്യത്വം ഉണ്ട് അവിടെ. ഒന്ന് ഈ കാര്യരൂപത്തിൽ നിന്ന് കാരണരൂപത്തിലേക്കും കാരണരൂപത്തിൽ നിന്ന് കാര്യരൂപത്തിലേക്കും മാറിക്കൊണ്ടിരിക്കുന്ന ജഗത്തിൻ്റെ നിത്യത്വവും, രണ്ടാമത്തേത് ബ്രഹ്മത്തിൻ്റെ നിത്യത്വവും. ഈ നിത്യത്വം വന്നു കഴിഞ്ഞാൽ വീണ്ടും അത് ദ്വൈത സിദ്ധാന്തം തന്നെയാണ്. ദ്വൈത സിദ്ധാന്തം വേദസമ്മതമല്ലതാ എന്നാണ് വേദാന്തപക്ഷം. ദ്വൈത സിദ്ധാന്തം സമ്മതമാണെന്നുള്ള രീതിയിലാണ് ന്യായ, വൈശേഷിക, പൂർവമീമാംസ, പിന്നെ യോഗ, സാഖ്യ, ഇങ്ങനെയുള്ള ഈ 5 ദർശനങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം എന്തിനാണ് ഈ 5-6 ദർശനങ്ങളെന്ന് പറഞ്ഞാൽ വേർതിരിച്ചിരിക്കുന്നത് ഇതുകൊണ്ടാണ്. ഓരോ സിദ്ധാന്തങ്ങളും ഓരോ ദർശനങ്ങളും അവരുടെ സിദ്ധാന്തത്തെ അവതരിപ്പിക്കുമ്പോൾ ആ അവതരണത്തിൽ അത് ദ്വൈതത്തിൽ നിന്നുകൊണ്ടുള്ള സിദ്ധാന്തങ്ങളും അദ്വൈതത്തിൽ നിന്നുള്ള സിദ്ധാന്തവും നമുക്ക് വേർതിരിച്ച് തന്നെ കാണണം. ദ്വൈതത്തിൽ നിന്നുകൊണ്ടാണ് പൂർവമീമാംസ വരെയുള്ള ന്യായ, വൈശേഷിക, യോഗ, സാഖ്യ, പൂർവമീമാംസ വരെയുള്ള സർവ്വതും അവിടെ നിൽക്കുന്നത് ദ്വൈതത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ്. അദ്വൈതത്തിൽ നിന്നുകൊണ്ടുള്ള ദർശനം വേദാന്തത്തിൻ്റെ മാത്രമാണ്. വേദത്തിലെ അദ്വൈത ദർശനമാണുള്ളത് എന്ന് വേദാന്തം സമർത്ഥിക്കുമ്പോൾ വേദത്തിലെ ബ്രഹ്മത്തിനെയൊക്കെ അങ്ങനെ തന്നെ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്താലും അവിടെ വേദദൃഷ്ടിയിൽ ഈ ദ്വൈതമാണുള്ളത് എന്ന സിദ്ധാന്തത്തെ അവലംബിച്ചുകൊണ്ടാണ് വേദാന്തമൊഴിച്ചുള്ള ബാക്കി 5 ദർശനങ്ങളെ നിൽപ്പ്. അതിനാൽ വേദാന്തികളെ സംബന്ധിച്ചിടത്തോളം ഈ 5 പൂർവപക്ഷമാണ്. അതിനാൽ 5 തിരസ്കരിക്കുന്നു എന്നുള്ളതാണ്. അല്ലാതെ ഇതിനകത്ത് ഈ പ്രധാനവാദികളെ സാഖ്യന്മാരെ മാത്രം നിഷേധിക്കുന്നു എന്നുള്ളതല്ല, 5 നിഷേധിക്കപ്പെടുന്നു. അപ്പോൾ 5 നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇച്ചിരി പ്രശ്നം ആകത്തില്ലേ? നിങ്ങൾ വേദത്തിലെ നിങ്ങൾ കൂട്ടൊന്നും ഇല്ലാതെ ഒറ്റപ്പെട്ടു പോകത്തില്ലേ എന്ന്. നമുക്ക് കൂട്ടുകൂടി പോകാം, പക്ഷേ ഒറ്റപ്പെട്ടും കൂട്ടുകൂടിയും പോകുന്ന ഒരു രീതിയാണിത്. അതുകൊണ്ട് വൈദിക ദർശനം എന്നുള്ള നിലയിൽ ഇത് കൂട്ടുകൂടിയും പോകുന്നു. അതേസമയം വേദാന്ത ദർശനം അദ്വൈത ദർശനം എന്ന രീതിയിൽ ഒറ്റപ്പെട്ടും പോകുന്നു, ഒറ്റയ്ക്ക് പോകുന്നു. ബാക്കിയുള്ളവരെല്ലാവരും കൂട്ടമായിട്ട് പോകും. അവരെല്ലാം ദർശികളാണ്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കപിലൻ, കണാദൻ ഇങ്ങനെയൊക്കെ പറയുന്നവർ ഈ ദ്വൈതദർശികളാണ്, അദ്വൈതദർശികളല്ല, അതുകൊണ്ട് വേദത്തിൻ്റെ സാരം അറിഞ്ഞവരല്ല എന്നൊക്കെ പറയേണ്ടി വരുമോ എന്ന്. അവർ ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് അവർക്ക് കൊടുക്കാം. അവർ സിദ്ധന്മാരും മുക്തന്മാരുമായിട്ടിരിക്കുന്നത് ഋഷിമാരെന്നുള്ള രീതിയിൽ നമുക്കവരെ അവരെന്താണെന്നുള്ളത് വെറുതെ വിടാം. അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ചർച്ചയ്ക്കെടുത്താൽ മതി എന്ന് സാരം. അതായത് അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവരുടേതായ രീതിയിൽ അവർ അറിയപ്പെടുന്ന ഗ്രന്ഥങ്ങളിൽ അവർ പറഞ്ഞിരിക്കുന്നതിനെയാണ് ഇവിടുത്തെ ഈ വേദാന്ത സൂത്രത്തിൽ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്. അതായത് വേദാന്ത സൂത്രത്തിലെ ചർച്ച എന്ന് പറയുന്നത് ഇപ്പം നമ്മളുണ്ടാക്കിയ ചർച്ചയല്ല, വ്യാസമഹർഷി അന്നേ ഉണ്ടാക്കിയതാണ്. വ്യാസമഹർഷിയുടെ കാലത്ത് തന്നെയുള്ള മഹാന്മാർ, അതിനു മുമ്പുള്ള ആൾക്കാരുമൊക്കെയാണ് ഇവിടെ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് അവർ പറഞ്ഞിരിക്കുന്ന ദർശനങ്ങളെ വേദാന്ത സൂത്രങ്ങൾ വഴിയായിട്ട് ഖണ്ഡിക്കുന്നതിന് ന്യായീകരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ന്യായീകരിക്കുകയാണെങ്കിൽ നമ്മൾ അവരുടെ ദർശനത്തിലാണ് നിൽക്കുന്നത്, വേദാന്ത ദർശനത്തിലല്ല. അത് ചുരുക്കത്തിൽ അവിടെ ഇവിടെ എല്ലാം കൂടെ ശരിയാണെന്ന് പറഞ്ഞ് നമ്മൾ നടക്കേണ്ട കാര്യമില്ല എന്ന് സാരം. അതുകൊണ്ട് സർവം ഖല്ലിതം ബ്രഹ്മ എന്നുള്ള പ്രയോഗമുണ്ടല്ലോ. അപ്പം സർവം ഖല്ലിതം ബ്രഹ്മ എന്നുള്ള പ്രയോഗത്തിൽ ഇപ്പോൾ ആഭരണം എന്നുള്ള ദൃഷ്ടി എടുത്തു കഴിഞ്ഞാൽ സർവ്വ ആഭരണങ്ങളും സ്വർണം തന്നെയാണ് എന്ന് പറഞ്ഞതിന് സമമാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ മറ്റ് ചില മുടന്തൻ ന്യായങ്ങൾ കൊണ്ടുവരും. നിങ്ങൾ ആഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഭരണത്തിൽ ഇതുണ്ട്, ശുദ്ധമായ സ്വർണ്ണമല്ലല്ലോ, ആഭരണമാവണമെന്നുണ്ടെങ്കിൽ മായം ചേർക്കണമല്ലോ എന്നൊക്കെയുള്ള പ്രയോഗമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഭേദങ്ങളൊന്നും ഇവിടെ ഇല്ല എന്നുള്ളത്. ഈ
ബ്രഹ്മം പ്രപഞ്ചമായി കഴിയുമ്പോൾ അതിനകത്ത് ഈ ശുദ്ധമായ ബ്രഹ്മത്തിനെ പ്രപഞ്ചരൂപത്തിലാക്കാൻ വേണ്ടിയിട്ട് അതിനുള്ളിൽ ചില മായയും കൂടെ ചേർന്നു എന്ന് പറഞ്ഞുകൂടെ? അങ്ങനെയല്ല. മായ എന്ന് പറയുന്നത് ആണ് ബ്രഹ്മത്തെ പ്രപഞ്ചമായിട്ട് കാണുന്ന ആ ദൃഷ്ടിയാണ് ഇവിടുത്തെ മായ. അല്ലാതെ മായ എന്ന് പറയുന്ന ഒരു കാര്യരൂപത്തിലുള്ള ഒരു വസ്തുവല്ല. ഏതൊന്നാണോ ബ്രഹ്മം അതിപ്പോൾ കാണപ്പെടുന്നത് പ്രപഞ്ചമാണ്. അപ്രകാരം കണ്ടതാണ് കാണപ്പെടുന്നു എന്നുള്ള ദൃഷ്ടിയാണ് മായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് മായ എന്ന് പറയുന്ന ഒരു സത്യമാണെന്നുണ്ടെങ്കിൽ പിന്നെ മായയുടെ അർത്ഥം തന്നെ ഇല്ലാണ്ടായി പോകും. മഹാത്ഭുത അനിർവചനീയ രൂപ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൃഷ്ടാവ് എന്നുള്ള സ്ഥാനം, ദൃഷ്ടാവിൻ്റെ ദൃഷ്ടിയിൽ ആണ് നിൽക്കുന്നത്. അല്ലാതെ ബ്രഹ്മത്തിലുമല്ല പ്രപഞ്ചത്തിലുമല്ല എന്നുള്ളത്. ബ്രഹ്മത്തെ പ്രപഞ്ചമായിട്ട് എന്ത് കാണിക്കുന്നുവോ അതാണ് മായ എന്ന് പറയുന്നത്. ഇനി ആ ബ്രഹ്മം എവിടെയാണ്? ആരെ കാണിക്കുന്നു? അപ്പം ബ്രഹ്മത്തെയും പ്രപഞ്ചത്തെയും കാണാൻ വേണ്ടിയിട്ട് മൂന്നാമതൊരു ദൃഷ്ടാവ് ഉണ്ടായിരിക്കണമല്ലോ. ബ്രഹ്മമാണ് ദൃഷ്ടാവ്, അല്ലാതെ ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ടൊരു ദൃഷ്ടാവില്ലല്ലോ. അതായത് ബ്രഹ്മം തന്നെയാണ് ജീവൻ എന്നുള്ള അതൊക്കെ നമ്മൾ പലപ്പോഴും കാണുകയുണ്ടായി. ഇതിനകത്ത് ഭേദമില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ ബ്രഹ്മത്തിനെ തന്നെ ജീവനായിട്ടും ജഗത്തായിട്ടും കാണിച്ചു എന്നുള്ളത് ബ്രഹ്മത്തിനെ അറ്റാക്ക് ചെയ്തു മായ എന്നുള്ള ദോഷം വരത്തില്ലേ? അങ്ങനെയല്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവിടെയാണ് നമുക്ക് ഈശ്വര ലീല എന്നൊക്കെയുള്ള പ്രയോഗം. അതായത് അത് അങ്ങനെയാണ്. ഇപ്പം ഇതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം അങ്ങനെയാണ്. അതായത് നമ്മളിപ്പോൾ ഈ പറയുന്നത് ഈ രജ്ജുവിന്മേൽ സർപ്പത്തെ കണ്ടല്ലോ, ആ ദൃഷ്ടി, ആ രജ്ജൗ സർപ്പദൃഷ്ടി. അവിടെ ഈ സർപ്പത്തിൻ്റെ ദൃഷ്ടി ഉണ്ടായത് ദൃഷ്ടാവിൻ്റെ ദോഷം കൊണ്ടാണോ രജ്ജുവിൻ്റെ ദോഷം കൊണ്ടാണോ അതോ സർപ്പത്തിൻ്റെ ദോഷം കൊണ്ടാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ദൃഷ്ടാവിൻ്റെ ദോഷം കൊണ്ടാണെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം രജ്ജുവിന്മേലൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇപ്പം ദൃഷ്ടാവും അവിടെ ഈ ഈ രജ്ജുവും ഒന്നാണെങ്കിൽ ആരുടെ ദോഷം കൊണ്ടാണെന്ന് പറയേണ്ടി വരും. ഇപ്പം ദോഷരഹിതമായ രജ്ജുവും ദോഷവാനായ ദൃഷ്ടാവും ഇത് രണ്ടും ഒന്നായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ദോഷമില്ലായ്മയും കൂടെ ഒന്നിച്ചുണ്ടെന്ന് പറയേണ്ടി വരും. അത് സാധ്യമല്ലല്ലോ. ദോഷമില്ലായ്മയും കൂടെ ഒന്നിച്ച് നിൽക്കുക സാധ്യമല്ലല്ലോ. അപ്പോൾ ഒന്നുകിൽ അത് ദോഷമില്ല. അപ്പം ദോഷമില്ലായ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ രജ്ജുവിന് ദോഷമില്ലാതിരിക്കെ രജ്ജുവിൻ്റെ ദോഷം സർപ്പം ആണ്. അപ്പം രജ്ജുവിന് ഇല്ലാതിരിക്കെ ഇനി ദൃഷ്ടാവിൽ ദോഷമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൃഷ്ടാവിൽ സർപ്പം ഇരിക്കുന്നില്ല. അപ്പം ദൃഷ്ടാവിനാൽ ദൃശ്യം സർപ്പമായിട്ട് കാണപ്പെട്ടു എന്നുള്ളതല്ലാണ്ട് ദൃഷ്ടാവ് യഥാർത്ഥത്തിൽ സർപ്പയുക്തനല്ല. സർപ്പം ദൃഷ്ടാവിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് സർപ്പത്തെ കണ്ടതെന്ന് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അല്ലെങ്കിൽ ദൃഷ്ടാവ് ഇങ്ങനെ സർപ്പത്തെ കൊണ്ട് നടക്കുന്നവനാകുമല്ലോ. അങ്ങനെയൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ദൃഷ്ടാവ് ദോഷയുക്തൻ എന്ന പോലെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അവിടെ ദോഷയുക്തൻ എന്ന് പറയാൻ സ്ഥിരമായിട്ടൊരു ദോഷം പ്രാപ്തി ദൃഷ്ടാവിനുമില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെ നമുക്ക് അതായത് രജ്ജുവും ദൃഷ്ടാവും ഒന്നാണെങ്കിൽ ഇപ്പോൾ എന്തു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ദോഷയുക്തമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ദോഷസഹിതനാണെന്ന് പറയുക സാധ്യമല്ല. അതേപോലെയാണ് ഇവിടുത്തെ ബ്രഹ്മത്തിൻ്റെയും സ്ഥിതിയെന്ന്. അപ്പം ബ്രഹ്മവും ജീവനെന്നും ജഗത്തെന്ന് പറയുന്ന ഭേദങ്ങളെല്ലാം അവിടെ ഈ മായയാൽ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർവചിച്ച് ഇതിനെ നമുക്ക് ഒതുക്കാം എന്ന് വിചാരിക്കേണ്ടതില്ല. അതുകൊണ്ട് മഹാത്ഭുത അനിർവചനീയ രൂപ, പറ്റിപ്പോയ അക്കിളി ആരോടും മിണ്ടണ്ട എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. എന്ന് പറഞ്ഞത് മാതിരി ഇതൊരു അത്ഭുതകരമായിട്ടുള്ള ഒരു ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് അന്തം വിട്ട് നിൽക്കാം എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ അർത്ഥം. അപ്പം സർവം കല്ലിതം ബ്രഹ്മ, സത്യം എന്താ? സത്യം ഇത്രയേ ഉള്ളൂ. സർവം കല്ലിതം ബ്രഹ്മ അയമാത്മാ ബ്രഹ്മ ഇതം ആത്മൈവേദം സർവം എന്നിങ്ങനെ. ബ്രഹ്മൈവേദം അമൃതം പുരസ്താത് ബ്രഹ്മ പശ്ചാത് നമ്മൾ മുണ്ടകോപനിഷത്തിൽ കണ്ടു. ആത്മൈവേദം ഇതം സർവം ആത്മയേവ ഇതം സർവം എന്നുള്ളത് ചാന്തോക്യം 7:25-2. സർവം ഖലിതം ബ്രഹ്മ എന്നുള്ളത് ചാന്തോക്യം 3:14. ആത്മൈവേദം അമൃതം ബ്രഹ്മ എന്നുള്ളത് മുണ്ടകം 2:2-11.
അപ്പോൾ ഇങ്ങനെയും കൂടെ അർത്ഥം കൊടുത്തൂടെ? മായാവി, എല്ലാം സ്വയമേവ പ്രകാശിക്കുന്ന മായ അവനിൽ എപ്പോഴുമുണ്ട്. ആ മായയാൽ അവൻ വിവിധങ്ങളായിട്ടുള്ള പലതും കാണിക്കുന്നു. ആ കാണിക്കപ്പെടുന്നത് മുഴുവനും അവൻ തന്നിലേക്ക് തന്നെ ഉപസംഹരിക്കുന്നു. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ പറയാം, അത്രയേ ഉള്ളൂ. അപ്പം ഉടനെ അടുത്ത ചോദ്യം കൊണ്ടുവരുന്നു. എന്താ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മായാവി, ഈ മായ മറ്റൊരുവനെയല്ലേ കാണിക്കുന്നത്? അവനവനെ തന്നെ സ്വയം മായാവിക്ക് കാണിച്ച് മായയിൽപ്പെട്ടവനായിട്ട് മാറാൻ പറ്റുമെന്ന്. അങ്ങനെ മായയിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബ്രഹ്മ ഭിന്നമാണ് ജീവൻ എന്ന് പറയാം. ജീവനെ മായ കാട്ടി വരട്ടാൻ ബ്രഹ്മത്തിന് പറ്റുന്നു. ബ്രഹ്മത്തിന് ബ്രഹ്മത്തെ തന്നെ മായ കാണിച്ച് ജീവനാക്കി മാറ്റാൻ പറ്റുമെന്ന്. ഇതൊക്കെയാണ്, അതായത് ഇവിടെ മഹാത്ഭുത അനിർവചനീയ രൂപ. അപ്പം മായാവിയുടെ ഉദാഹരണം അത്ര യോജിക്കത്തില്ല. ഇതൊരു അനിർവചനീയമായ കാര്യമാണ് എന്ന് സാരം. അനാദി മായയാ സുപ്തഃ യഥാ ജീവ പ്രബുദ്ധ്യത്തെ അജമനിദ്ര്യമസ്വപ്നം അദ്വൈതം ബുദ്ധ്യതേ തഥാ. ഗൗഡപാദാചാര്യൻ ഗൗഡപാദീയ കാരികയിലെ 1:16 പ്രകാരം പറയുന്നുണ്ട്. അനാദി മായയാ സുപ്തഃ, ആദിയില്ലാത്ത മായയിൽ ഉറങ്ങിക്കിടക്കുന്നവനായിട്ടുള്ള യഥാ ജീവ പ്രബുദ്ധ്യതേ, ആ ജീവൻ എപ്പോഴാണോ ഉണരുന്നത്, അജമനിദ്രം അസ്വപ്നം അദ്വൈതം, അജം ജനിക്കാത്തതായ, അനിദ്രം നിദ്രയല്ലാത്തതായ, അസ്വപ്നം സ്വപ്നമല്ലാത്തതായ, അദ്വൈതം ബുദ്ധ്യതേ തഥാ, ആ അദ്വൈതത്തെ അപ്പോൾ അറിയുന്നു എന്ന്. ഇമാ സർവാ പ്രജാ സതി സമ്പദ്യ ന വിദുഃ സതി സമ്പദ്യാമഹ ഇതി ഇഹ വ്യാഘ്രോ വാ സിംഹോ വാ വൃക്കോ വാ വരാഹോ വാ കീടോ വാ പതംഗോ വാ ദംശോ വാ മശകോ വാ യദ്യത് ഭവന്തി തഥാ ഭവന്തി എന്ന്. അതായത് ഈ ലോകത്തിൽ ഓരോരുത്തരും എന്തായിരുന്നാലും, അവർ വ്യാഘ്രമോ സിംഹമോ ചെന്നായോ പന്നിയോ കീടമോ പാറ്റയോ ദേവനോ കൊതുകോ എന്തായിരുന്നാലും എന്ന്, അവയെല്ലാം ഇമാ സർവാ പ്രജാഃ സതി സമ്പദ്യ ന വിദുഃ എന്ന്, അവരെല്ലാവരും ഈ സദ്രൂപമായ ബ്രഹ്മത്തിലേക്ക് ലയിച്ചു കഴിഞ്ഞാൽ അവരിതാണ് എന്നവർ അറിയുന്നില്ല. ന വിദുഃ, അവരിത് അറിയുന്നില്ല. അവിടെ പിന്നെ സത്തു മാത്രമേ ഉള്ളൂ എന്ന് സാരം. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ വാദം, ഇവരിപ്പോൾ സാഖ്യന്മാർ കൊണ്ടുവന്ന വാദമുണ്ടല്ലോ, അതായത് ഈ കാര്യപ്രപഞ്ചം കാരണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കാര്യത്തിൻ്റെ വൈവിധ്യമെല്ലാം കാരണത്തിൽ നിൽക്കും എന്ന വൈവിധ്യം എന്ന ദോഷം ഇങ്ങനെ പറയുകയാണെങ്കിൽ അത് നിങ്ങളെയും ബാധിക്കും എന്ന് വേദാന്തം സാഖ്യന്മാരോട് തിരിച്ചു പറയും. ആ പറയുന്നതാണ് സ്വപക്ഷദോഷാച്ച എന്ന സൂത്രം. അപ്പോൾ സൂത്രം 10ാമത്തെ സൂത്രം പറയുകയാണ്, നിങ്ങളിപ്പം പറഞ്ഞ കാര്യമില്ലേ, ആ പറയുന്നത് ശരി, നമ്മളതിൻ്റെ അർത്ഥമൊക്കെ നമ്മളതിന് മറുപടി തന്നു. പക്ഷേ നിക്ക് എന്താണ് സാഖ്യ സിദ്ധാന്തത്തിന് ഇത് ദോഷം വരും. എന്താണ് സാഖ്യ സിദ്ധാന്തത്തിൻ്റെ ദോഷം എങ്ങനെയാണ് വരുന്നത്? നിങ്ങൾ കാരണത്തിൽ നിന്ന് കാരണത്തിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ കാര്യത്തിൻ്റെ വൈവിധ്യം മുഴുവൻ കാരണത്തിൽ നിൽക്കണമല്ലോ. നിങ്ങൾ പറഞ്ഞിരിക്കുന്ന പ്രധാനം ഏകാ എന്നുള്ളതാണ് ഒരു പ്രയോഗം. ഒന്ന് മാത്രമേ ഉള്ളൂ, വൈവിധ്യമില്ലാത്തതായ സർവ്വവിധ വൈവിധ്യങ്ങളും അസ്തമിച്ചിട്ടുള്ളതായ ഒന്നാണ് പ്രധാനം എന്ന് പറയുന്നത്. അല്ലാതെ വൈവിധ്യങ്ങളോടുകൂടിയ പ്രധാനമല്ലല്ലോ അവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ ഇനി കൂടി വന്നു കഴിഞ്ഞാൽ ത്രിഗുണാത്മിക എന്നുള്ള പ്രയോഗമാണ് ഉള്ളത്, ത്രിഗുണങ്ങളോട് കൂടിയിട്ടുണ്ട്. അപ്പം ത്രിഗുണങ്ങൾ എന്ന് പറയുന്നത് വൈവിധ്യങ്ങൾ, ഈ പറയുന്ന സിംഹം വ്യാഘ്രം കടുവ തുടങ്ങിയിട്ടുള്ള വൈവിധ്യങ്ങളുടെ എല്ലാം സൂക്ഷ്മരൂപത്തിൽ കാരണരൂപത്തിൽ അവിടെ ഉണ്ടായിരിക്കണമെന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന പ്രധാനത്തിലും ഇല്ലല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ വാദം നിങ്ങൾക്ക് തന്നെ ദോഷമായിട്ട് തീരും. സ്വപക്ഷദോഷാച്ച, സ്വപക്ഷത്തിന് ദോഷമായിട്ട് വരുന്നതിനാലും എന്ന്. ഇപ്രകാരമാണ് പ്രതിവാദി വേദസിദ്ധാന്തത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ദോഷങ്ങൾ സാഖ്യസിദ്ധാന്തത്തിനും പ്രതികൂലങ്ങൾ തന്നെയാണ് എന്ന്. പിന്നെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരി, ഞങ്ങൾ പറഞ്ഞാൽ അത് തെറ്റും എന്ന് പറഞ്ഞുകൊണ്ട് വരേണ്ട കാര്യമില്ല എന്ന്.
തർക്കാ പ്രതിഷ്ഠാൻ പ്രതിഷ്ഠാനാദപി അന്യഥാ അനുമേയം ഇതി ചേത് ഏവമപി അവിമോക്ഷപ്രസംഗഃ. 11ാമത്തെ സൂത്രം. തർക്ക അപ്രതിഷ്ഠാനാത്, തർക്കത്തിൽ. അപ്പോൾ ഇപ്പോൾ ഇപ്രകാരം നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് മുഴുവനാണ് ഈ തർക്കം എന്ന് പറയുന്നത്. അതായത് ഈ വേദാന്തം ബ്രഹ്മത്തെ അറിയാൻ പ്രമാണമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് ഉപനിഷത്താണ്. ഉപനിഷത്തിലൂടെ മാത്രമാണ് ബ്രഹ്മത്തെ അറിയാൻ ബ്രഹ്മം എന്ന് പറയുമ്പം സർവകാരണത്തെ അറിയാൻ വേണ്ടി, സർവത്തിൻ്റെയും കാരണം, ആ ഏകകാരണം, ആ സർവത്തിൻ്റെയും ഏകകാരണമായ ബ്രഹ്മത്തിനെ ഉപനിഷത്ത് വാക്യങ്ങളിലൂടെ മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ എന്ന് വേദാന്തം പറയുമ്പോൾ, മറ്റുള്ള എല്ലാവരും, മറ്റുള്ള 5 പേരും അപ്രകാരമല്ല പറയുന്നത്. അവിടെ അവരെ സംബന്ധിച്ചിടത്തോളം ഏകകാരണം ബ്രഹ്മം എന്നുള്ളത് അവർ അത്രയ്ക്ക് ഒരു പ്രാധാന്യം കൊടുത്ത ഒന്നല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തർക്കും ഓരോന്നാണ് കാരണമായിട്ട് കിടക്കുന്നത്. ഈ അണുവാദികൾ എന്ന് പറഞ്ഞുകൊണ്ട് ന്യായ വൈശേഷികങ്ങളുടെ, പ്രത്യേകിച്ച് വൈശേഷികന്മാർ, അപ്പോൾ അതിനെക്കുറിച്ച് പരമാണു സിദ്ധാന്തികൾ എന്നാണ് അവരറിയപ്പെടുന്നത്. അതിനെയൊക്കെ നിഷേധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പരമാണു സിദ്ധാന്തമൊക്കെ എടുത്തു വെച്ചിട്ടാണ് നമ്മൾ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ശാസ്ത്രമാണെന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ കൊണ്ട് നടക്കുന്നത് ആ പരമാണു സിദ്ധാന്തത്തിനെയൊക്കെ വെച്ചുകൊണ്ട്. അതും വേദാന്തത്തിനെ സംബന്ധിച്ചിടത്തോളം പൂർവപക്ഷമാണ്. അത് ആ വാദങ്ങളെയൊക്കെ പിന്നീട് ഖണ്ഡിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പരമാണു സിദ്ധാന്തത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ അണുക്കളെന്ന് പറയുന്ന അണുരൂപത്തിൽ ഇതിന് ആത്യന്തികമായിട്ട് നിലനിൽപ്പുണ്ടെന്നുള്ളതാണ്. അണുരൂപത്തിൽ എന്ന് പറഞ്ഞാൽ ആകാശാണു ഇങ്ങനെയുള്ള, അതായത് ഓരോന്നിൻ്റെയും അണുരൂപം ആയിട്ട് അതിന് ആത്യന്തികമായ അവിടെ ഒരു സ്ഥിതിയുണ്ട്. ഈ അണുവിന് നാശമില്ല. ഈ അണുക്കൾ ചേർന്നിട്ട് വ്യാകൃതത്തിലേക്ക് വരുന്നതാണ് ഈ കാണപ്പെടുന്ന വൈവിധ്യങ്ങളെല്ലാം. തിരിച്ചു വീണ്ടും അണുരൂപത്തിലേക്ക് തന്നെ മടങ്ങുന്നു. ഈ തരത്തിലുള്ളതാണ് അണുസിദ്ധാന്തം എന്ന് പറയുന്നത്, കണാദൻ്റെ ഒക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുന്ന ഈ സിദ്ധാന്തത്തെ എല്ലാം ഇവിടെ നിഷേധിക്കുന്നുണ്ട്. അത് വരുന്നതേ ഉള്ളൂ. ഇനി പിന്നീട് വരുന്ന ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തർക്കം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ, അപ്പം ഈ സാഖ്യന്മാർ ഏതിൽ കൂടെയാണ് ഇതിലേക്ക് എത്തിയത്? അതാണ് യുക്തി. അപ്പോൾ സാഖ്യന്മാർ ഈ പ്രധാനത്തിലേക്ക് എത്തിയത് ശാസ്ത്രസമ്മതമായിട്ടുള്ള പ്രധാനമല്ല, പകരം അവർ യുക്തിയാൽ കൽപ്പിക്കപ്പെട്ട, യുക്തി കൊണ്ട്, അവരുടെ സ്വന്തം യുക്തി കൊണ്ട് ഉണ്ടാക്കപ്പെട്ട ഒരു പ്രധാനത്തെക്കുറിച്ചാണ് അവർ പറയുന്നത്. ഇങ്ങനെ അവനവൻ്റെ യുക്തി കൊണ്ടുണ്ടാക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ കൊണ്ടാണ് എല്ലാവരും നടക്കുന്നതെന്ന്. അപ്പോൾ ഇവിടെ ഉപനിഷത്തിൽ കൂടെ പറയപ്പെട്ട ബ്രഹ്മത്തെ അറിയുന്നത് ഒന്ന്, ഉപനിഷത്തിൽ കൂടെ പറഞ്ഞിരിക്കുന്ന ബ്രഹ്മത്തെ അല്ലാതെ അവനവൻ്റെ ഊഹത്താൽ, അതാണ് ഊഹമാണ് ഇവിടുത്തെ തർക്കം എന്ന് പറയുന്നത്. അത് ഈ ഊഹം എന്ന് പറയുന്നത് 2 തരത്തിലാവാം. ഒന്ന്, പല ന്യായങ്ങൾ, യുക്തികളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു സിദ്ധാന്ത രൂപത്തിൽ അവതരിപ്പിക്കൽ. ഒരു തർക്കത്തിനെ മറ്റൊരു തർക്കം കൊണ്ട് ജയിച്ച്, അതിനെ മറ്റൊരു തർക്കം കൊണ്ട് ജയിച്ച്, ഒരു ചോദ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനൊരു ഉത്തരം കൊടുത്ത്, മറ്റൊരു ചോദ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനൊരു ഉത്തരം കൊടുത്ത്, ഇങ്ങനെ പോയിട്ട് അവസാനം ഒന്നിലെത്തിച്ചേർന്ന് അതാണ് സത്യം എന്നുള്ള രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ന്യായം, തർക്കം, ന്യായം എന്നൊക്കെ പറയുന്ന ആ രീതിയിൽ പെടുന്നതൊന്നുണ്ടല്ലോ. അതാണ് ഈ കപില മഹർഷിയുടെ സാങ്കേതിലൊക്കെ ഉള്ളത് എന്ന്. അപ്പോൾ അതിനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ തർക്കം അപ്രതിഷ്ഠാനാത്, അതിന് പ്രതിഷ്ഠയില്ല എന്ന്. അതിന് പ്രതിഷ്ഠയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരിക്കലും ബ്രഹ്മത്തിലെത്താൻ സാധിക്കത്തില്ല. അപൗരുഷേയം ബ്രഹ്മ എന്നുള്ള അപൗരുഷേയമാണ് വേദം. അതേപോലെ തന്നെയാണ് അപൗരുഷേയമാണ് ബ്രഹ്മജ്ഞാനവും. ഇവിടെ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നതാണ് സർവ്വകാരണം എന്താണെന്നുള്ളതിൻ്റെ ജ്ഞാനമാണ് ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത്. സർവത്തിൻ്റെയും കാരണം ബ്രഹ്മമാണെന്നുള്ള ജ്ഞാനം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ് ബ്രഹ്മജ്ഞാനം. അപ്പോൾ അങ്ങനെ വരുന്ന ആ ബ്രഹ്മജ്ഞാനം അവിടെ അപൗരുഷേയമാണ് വേദം അപൗരുഷേയമായ കാരണം എന്ന് പറയുന്നത് ഇപ്രകാരമാണ്. അനുഭവത്തിൽ നിന്നോ അല്ലെങ്കിൽ അതിന് പിന്നീട് അനുഭവം കഴിഞ്ഞാൽ പിന്നുള്ളത് അനുമാനത്തിൽ നിന്നോ പിന്നുള്ളത് യുക്തിയാണ്. യുക്തി ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിക്കുക, ഒന്നിനെ മറ്റൊന്നുമായിട്ട് യോജിപ്പിക്കുക എന്നുള്ളത് ലോജിക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ടോ എത്തിച്ചേരാൻ സാധിക്കാത്തതാണ്
ഉപനിഷത്തിൻ്റെ ദർശനം എന്നുള്ളത് കൊണ്ടാണ് വേദത്തിനെ അപൗരുഷേയം എന്ന് പറയുന്നത്. യുക്തി കൊണ്ടെത്താൻ സാധിക്കുന്നതാണെങ്കിൽ യുക്തി ഉണ്ടാക്കിയെടുത്തതാണ്. അതായത് എന്തിനെയാണോ നമ്മൾ ഇതിന് ആത്യന്തിക കാരണമെന്ന് സ്വന്തം യുക്തിയാൽ പറയുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ യുക്തി, ഇതാണ്. ഇപ്പം നമ്മൾ പറയുന്ന പല കാരണങ്ങളും മറ്റൊരാൾ പറഞ്ഞിരിക്കുന്ന കാരണങ്ങളാണ്. അത് നമ്മൾ ആവർത്തിക്കുന്നത് മാത്രമേ ഉള്ളൂ. സ്വാനുഭവത്തിലുള്ളതാണോ? അല്ല. സ്വന്തം യുക്തി കൊണ്ടുണ്ടാക്കിയതാണോ? അല്ല. പിന്നെ എവിടെ നിന്ന് കിട്ടി? അത് ഞാൻ വായിച്ചറിഞ്ഞു എന്ന് പറഞ്ഞു. ആ വായിച്ചറിഞ്ഞ ആരോ എഴുതിയതാണല്ലോ നമ്മൾ വായിക്കുന്നത്. അവരുടെ ജ്ഞാനം അത് അവരുടെ അനുഭവത്തിൽ നിന്ന് കിട്ടിയതായിരിക്കും എന്ന് നമ്മൾ ഊഹിച്ചാൽ, നമ്മൾ അതിൻ്റെ തന്നെ ശാസ്ത്രത്തെ പോയി നോക്കുക, അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എടുത്ത് നോക്കുക, എന്നിട്ട് അവർ പറഞ്ഞിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് പറഞ്ഞിരിക്കുന്നതാണെങ്കിൽ അത് അങ്ങനെ മനസ്സിലാക്കുക. അഥവാ ഇനി അവർ പലവിധ യുക്തികൾ കൊണ്ടുവന്നിട്ടാണ് അത് സമർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവരാശ്രയിച്ചിരിക്കുന്നത് യുക്തിയെയാണ്. ഇനി അവരത് ഉപനിഷത്ത് വാക്യങ്ങളെ കൂട്ടി ചെയ്തിട്ടാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ അവരാശ്രയിച്ചിരിക്കുന്നത് ശാസ്ത്രപ്രമാണത്തെയാണ്. അപ്പോൾ ഈ വ്യത്യാസം നമ്മൾ വേർതിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, ഇനിയിപ്പം മറ്റേതെങ്കിലും ഒരു ശാസ്ത്രത്തെയാണ് അവലംബിച്ചിരിക്കുന്നതെങ്കിൽ, മറ്റേതെങ്കിലും ഒരു ഗ്രന്ഥത്തെയാണ് അവലംബിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ ഗ്രന്ഥമാണ് പ്രമാണം, അല്ലാതെ ഇവരുടെ വാക്കല്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ഇതിൻ്റെ ഈ ഗ്രന്ഥത്തെ അല്ലെങ്കിൽ മൂലപ്രമാണം ഏതാണെന്ന് പരിശോധിക്കണം ആദ്യം വേണ്ടത്. അപ്രകാരം നോക്കിക്കഴിഞ്ഞാൽ ഇവരെന്തിനെ ആശ്രയിച്ച് പറഞ്ഞിരിക്കുന്നു? ഇവരൊരു ടെക്സ്റ്റിനെ ആശ്രയിച്ച് പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഇവർ ആരുടെയെങ്കിലും വാക്കുകളെ ആശ്രയിച്ച് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ചിലരുടെ വാക്കുകളാണ് ആ ടെക്സ്റ്റുകളെന്ന്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ആ ടെക്സ്റ്റുകളെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. പിന്നെ ആ ടെക്സ്റ്റുകൾ എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന്, അവിടെ ആ ടെക്സ്റ്റുകൾ അതിന് ഈ ഒരു വ്യക്തിയിൽ നിന്നാണോ അനേകം വ്യക്തികളിൽ നിന്നാണോ അതിന്മേലൊരു ചർച്ചയുണ്ടായിട്ടുണ്ടോ, ഇങ്ങനെയുള്ള അതിൻ്റെ പ്രസൻറ്റേഷൻ എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള രീതിയിൽ ആ ടെക്സ്റ്റിനെ തന്നെ പരിശോധിക്കണമെന്ന്. അപ്പോൾ അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് ഉപനിഷത്തിൻ്റെ കാര്യം വരുമ്പോൾ ഇതിനെല്ലാം ഇവിടെയെല്ലാം നമുക്ക് കാണാം. ഒരു ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത് മറ്റൊരു ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നതും തമ്മിൽ വൈരുദ്ധ്യമില്ല. ഒരു കാലഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്ന ഉപനിഷത്തും മറ്റൊരു കാലഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു കാലഘട്ടത്തിന് ഭേദമുണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ഋഷിയുടെ കാലഘട്ടമാണല്ലോ ആ ഉപനിഷത്തിൽ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റൊരു ഋഷിയുടെ കാലഘട്ടം വ്യത്യസ്തമാണ്. അപ്പോൾ ഇപ്രകാരം ഏത് ഋഷി ഏത് കാലഘട്ടത്തിൽ പറഞ്ഞാലും അതിൻ്റെ സാരത്തിൽ മാറ്റമില്ലാതെ ഏകമായ രീതിയിലാണ് പറയുന്നത്. അതിൻ്റെ ഭാഷയിൽ മാറ്റമുണ്ടാവാം, പദങ്ങളിൽ മാറ്റമുണ്ടാവുന്നു, അതിൻ്റെ അവതരണങ്ങളിൽ മാറ്റമുണ്ടാവുന്നു. അതായത് പിതാവ് പുത്രനോടെന്ന രീതിയിൽ സൗമ്യ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നു. പിന്നെ ഭർത്താവ് ഭാര്യയോട് അരേ എന്ന് വിളിച്ചുകൊണ്ട് അരേ മൈത്രേയി എന്നുള്ള രീതി വിളിച്ചുകൊണ്ട് പറയുന്നു. ഇങ്ങനെയുള്ള പ്രയോഗ വ്യത്യാസങ്ങൾ ഉണ്ടെന്നുള്ളതല്ലാതെ അതിനകത്തെല്ലാം പറഞ്ഞിരിക്കുന്നത് ഏകമായ ഒരു കാര്യമാണ് എങ്കിൽ പലരുടെയും, അതായത് പല ഋഷിമാരുടെയും ദർശനങ്ങളുടെ ഒരു സമന്വയത്വം നമുക്ക് അവിടെ കാണാം എന്നുള്ളത്. അതുകൊണ്ടാണ് ഓരോ ശ്രുതിവാക്യങ്ങൾ എന്നുള്ള പ്രയോഗം. അപ്പോൾ ഓരോ ശ്രുതിവാക്യങ്ങളും ഓരോ ഋഷിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അത് ഒരു ഋഷിയെ കൂടാതെ ഒരു ശ്രുതിവാക്യമില്ല എന്നുള്ള ഒരു വേദവാക്യമില്ല. അപ്പോൾ അങ്ങനെ അവിടെയെല്ലാം സമന്വയം നമുക്ക് കാണാം. അവയെല്ലാം ഒന്നിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ധർമാർത്ഥകാമ മോക്ഷങ്ങളിലെ മോക്ഷവും ബ്രഹ്മവും ദർശനവും എല്ലാം ഒന്നിച്ചു പോകുന്നു എന്നുള്ള രീതിയിൽ. പിന്നെ ഈ പുരുഷാർത്ഥ സിദ്ധികളെക്കുറിച്ചുള്ളതെല്ലാം അവിടെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കാണുന്നു. അപ്പം സകല വാക്യങ്ങളും ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നു എന്നുള്ളതല്ല, അവിടെ ഓരോന്നിൻ്റെ സ്ഥാനമുണ്ട്. കാരണം പുരുഷാർത്ഥങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ ധർമ്മത്തെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ ഉടനെ ബ്രഹ്മം ഇതാണ് എൻ്റെ പുരുഷാർത്ഥം. പിന്നെ കാമത്തെക്കുറിച്ച് പറയുമ്പോൾ ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇതാണ് എന്നുള്ള രീതിയിലല്ലല്ലോ അതിൻ്റെ പ്രയോഗം. ധർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ ധർമ്മത്തെ നന്നായിട്ട് തന്നെ പറയുന്നു, വ്യത്യസ്തമായ ധർമ്മങ്ങളെക്കുറിച്ച് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ഈ വിഷയഭേദങ്ങളുണ്ടല്ലോ വേദത്തിൽ. ആ വിഷയഭേദമുള്ളപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ബ്രഹ്മത്തെക്കുറിച്ചാണ് വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് അങ്ങ് സ്ഥാപിച്ചെടുക്കാൻ പറ്റുന്നത്? പല വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിലൊന്ന് ബ്രഹ്മമാണ്, അങ്ങനെയും കൂടെ എടുത്തുകൂടെ? പല വിഷയങ്ങൾ ബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ആത്യന്തിക പുരുഷാർത്ഥം എന്നുള്ള നിലയിൽ ബ്രഹ്മത്തെ അല്ലാണ്ട് മറ്റൊന്നിനെയും പറഞ്ഞിട്ടില്ല. ഇത്രയേ പറയുന്നുള്ളൂ, ബ്രഹ്മപ്രാപ്തി. അപ്പോൾ ആത്യന്തിക പുരുഷാർത്ഥമായിട്ട് മുക്തിയെക്കുറിച്ച് പറയുമ്പോൾ ബ്രഹ്മജ്ഞാനം കൂടാതെ മറ്റൊന്നില്ല എന്നുള്ളതിനകത്ത് പുരുഷാർത്ഥത്തിലെ ആത്യന്തിക പുരുഷാർത്ഥം എന്ന് പറയുന്നതും പിന്നെ താൽക്കാലിക പുരുഷാർത്ഥം. അപ്പോൾ ഒന്ന് ആത്യന്തിക പുരുഷാർത്ഥമാകുമ്പോൾ ബാക്കിയുള്ളതെല്ലാം താൽക്കാലിക പുരുഷാർത്ഥങ്ങളാണല്ലോ. താൽക്കാലിക പുരുഷാർത്ഥങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത് പലതും പറയുന്നുണ്ട് അവയെല്ലാം താൽക്കാലികങ്ങളാണ് എന്ന്.
അപ്പോൾ ഈ മാതിരിയുള്ള ഭേദങ്ങളെല്ലാം നമ്മൾ ബുദ്ധിമാനായിട്ടുള്ള യുക്തനായിട്ടുള്ള ഒരു വ്യക്തി ആദ്യം തന്നെ അറിയുന്നത്. അതുകൊണ്ടാണ് ഊഹാപോഹ വിചക്ഷണൻ എന്നുള്ള പ്രയോഗമൊക്കെ ഉണ്ടായത്. ഊഹാപോഹ വിചക്ഷണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തള്ളേണ്ടതും കൊള്ളേണ്ടതും ഒക്കെ വേർതിരിച്ചറിയാൻ തക്ക സാമർഥ്യമുള്ള, ബുദ്ധി സാമർഥ്യമുള്ളവൻ. അതായത് കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ അത് ശരി എന്നുള്ള രീതിയിൽ പോകുന്നവനല്ല ഇവിടെ വേദാന്ത ദർശനത്തിന് യോഗ്യനായിട്ടുള്ളവൻ. വേദാന്ത ദർശനത്തിന് യോഗ്യം എന്ന് പറഞ്ഞാൽ അവൻ ദർശിക്കണം, അല്ലാതെ അവനെ ദർശിപ്പിക്കുക സാധ്യമല്ല എന്നല്ല. നമുക്കാരെയും നമുക്ക് കാണാനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ളതല്ലാണ്ട്, അത് അറിയാനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ളതല്ലാണ്ട് അറിയിപ്പിക്കാൻ സാധ്യമല്ല എന്നുള്ളത്. നമ്മൾ അറിയിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവൻ അറിയാൻ തയ്യാറാണെങ്കിൽ മാത്രമേ അറിയിപ്പിക്കൽ എന്നതിന് ഒരർത്ഥം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറിയിപ്പിക്കാൻ പോലും സാധ്യമല്ല, നമുക്കറിയാവുന്നത് പറയാനേ സാധ്യമാകത്തുള്ളൂ. മറ്റൊരു വ്യക്തിയാണെങ്കിൽ അവരത് അറിയണം, അല്ലാണ്ട് വേറെ നിവൃത്തിയൊന്നുമില്ല. അതുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണനാണെന്നുണ്ടെങ്കിൽ അർജുനന് ഈ കഥകളിലാണെന്നെങ്കിൽ ഭഗവാൻ എന്ന് അർജുനൻ്റെ അടുത്ത് ഒന്ന് ദിവ്യദൃഷ്ടി കൊണ്ടൊന്ന് നോക്കി, അപ്പോൾ അർജുനെല്ലാം മനസ്സിലായി. അല്ലെങ്കിൽ അർജുനൻ്റെ അടുത്ത് നമ്മളിങ്ങനെയാണല്ലോ ഈ കഥ, ഈ സിനിമകളിലൊക്കെ കാണുന്ന പോലെ ചെവിയിലൊന്ന് പറഞ്ഞ മാതിരി ഏതാനും സെക്കൻഡുകൾ കൊണ്ട് അപ്പോൾ തന്നെ അർജുനന് ബോധോദയം ഉണ്ടായി. അപ്പോൾ ഈ തരത്തിലൊക്കെ അല്ലെങ്കിൽ ഒന്ന് തൊട്ടു, അതോടുകൂടിയിട്ട് ബോധോദയം ഉണ്ടായി. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭഗവത്ഗീത ഈ 701 ശ്ലോകങ്ങൾ 700 ശ്ലോകങ്ങളോട് കൂടിയിട്ട് ഇത്രയും വിസ്തരിച്ച് പറയേണ്ടി വന്നിട്ടില്ല. അപ്പോൾ 700 ശ്ലോകങ്ങൾ പറയാൻ വേണ്ടി 2.5 മണിക്കൂറും വേണ്ടി വന്നു. ഭഗവാൻ ഇത് മുഴുവനും 2.5 മണിക്കൂർ കൊണ്ട് പറയുകയും അതിനുശേഷം അർജുൻ ഇതെല്ലാം കേട്ടപടി എന്ന് മനസ്സിലാക്കാൻ പോലും സമയം വേണ്ടേ. അപ്പോൾ അത് മനസ്സിലാക്കാതെ ഇത്രയൊക്കെ എടുത്തു വന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത്, അത് അർജുനെ നിമിത്തമാക്കിക്കൊണ്ട് ഭഗവാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സർവോപനിഷത്തോ ഗാവോ ദോഗ്ധ ഗോപാലന്ദനഃ എന്നുള്ള ആ പ്രയോഗമുണ്ടല്ലോ. പാർത്ഥോവത്സ സുധീർ ഭോക്താഹ. അപ്പോൾ സുധീഹി ഭോക്താഹ, അത് പാർത്ഥൻ ഒരു പശുക്കിടാവ് മാത്രമാണ്, പിന്നെ സുധീഹിയാണ് ഭോക്ത എന്ന് പറഞ്ഞിരിക്കുന്നത്. നല്ല ബുദ്ധിയുള്ളവരാണ് ഈ അമൃതത്തിൻ്റെ ആസ്വാദകരെന്ന് പറയുന്നത്. അപ്പോൾ അത് ആർക്ക് വേണ്ടിയിട്ടാണ് ഭഗവത്ഗീത എന്ന്? നല്ല ബുദ്ധിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. നല്ല ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഊഹാപോഹ വിചക്ഷണത്വമുള്ളത്, കാണുവാൻ തയ്യാറെടുത്തിരിക്കുന്ന മനസ്സോട് കൂടിയിട്ടുള്ളവന്, കാണാൻ യോഗ്യതകൾ, അറിയണമെന്ന് ആഗ്രഹമുള്ളവർ, അറിയാൻ വേണ്ടി പ്രയത്നിക്കുന്നവർ, പിന്നെ അറിവിൽ ആനന്ദം കാണുന്നവർ, ഇങ്ങനെയുള്ളവർക്കാണ് ഭഗവത്ഗീത തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ട് വേണം നമ്മൾ കാണാൻ. അപ്പം ഭഗവത്ഗീതയിൽ പലതും പറഞ്ഞിട്ടുണ്ട്. ഏതൊന്നറിയാൻ വേണ്ടിയിട്ടാണോ പലതും പറയുന്നത്, അതാണ് മുഖ്യമായിട്ടുള്ളത്. അല്ലാതെ പലതും പറഞ്ഞു എന്നുള്ള രീതിയിൽ നമ്മുടെ ബുദ്ധിഭ്രമം അവിടെ വരുത്താൻ പാടില്ല. ദന്ത്രമ്യമാണ പര്യന്തി മൂഢാഹ അന്ധേനൈവ നിയമാന യഥാന്താഹ ഉണ്ടാകും. ആ രീതിയിൽ പോകാൻ പാടില്ല. അതായത് അന്ധൻ്റെ പിന്നാലെ അന്ധൻ പോകുന്നത് പോലെ അവർക്കറിയാമെന്നുള്ള വിശ്വാസത്തിൽ അവരെ അനുസരിക്കുന്നു എന്നുള്ളത്. പിന്നെ നമുക്കെന്താ, അത് നമ്മൾ മടിയായതുകൊണ്ടാണ്. കാരണം നമുക്ക് അവർ പറയുന്നത് കേട്ടിട്ട് എന്താണ് തുള്ളിക്കളിക്കട എന്നുള്ള രീതിയിൽ നമ്മൾ ഉടനെ തുള്ളുന്നു, നിൽക്കട എന്ന് പറഞ്ഞ് ഈ സ്ക്രൂ ചെയ്ത് വിടുന്ന പാവ പോലെ ആടാൻ പറയുമ്പോൾ ആടുന്നു, പാടാൻ പറയുമ്പോൾ പാടുന്നു. പിന്നെ അവരെന്നെ നയിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അങ്ങനെയുള്ളവർക്കല്ല വേദാന്തം പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദർശനം അവനവൻ്റേതായിരിക്കണം, ആയിരിക്കരുത്. പിന്നെ അപ്പം മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ ഇപ്പം വേദത്തിൻ്റെ ദർശനം ആയിരിക്കത്തില്ലേ? വേദത്തിൻ്റെ ദർശനം അവനവൻ്റേതാക്കണം, മാറ്റണമെന്നുള്ളത്. കാരണം വേദം ആരിൽ നിന്നാണ് വന്നത്? ബ്രഹ്മത്തിൽ നിന്നാണല്ലോ വേദം. അതുകൊണ്ടാണല്ലോ അപൗരുഷേയം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം വേദത്തിൻ്റെ ദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്രഹ്മത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് അപൗരുഷേയം എന്ന് പറയുന്നത്. അപ്പം ബ്രഹ്മത്തിൽ നിന്ന് വന്നതിൻ്റെ അധികാരി ആരാണെന്ന്, ബ്രഹ്മത്തിൽ നിന്ന് വന്ന ആ ദർശനം ആരെക്കുറിച്ചുള്ളതാണ്? ബ്രഹ്മത്തെക്കുറിച്ച് തന്നെയുള്ളതാണ്. ആർക്ക് അത് നേടാൻ യോഗ്യതയുള്ളവരാരാണ്? ബ്രഹ്മമല്ലാണ്ട് പിന്നെ വേറെ ആരാ ഉള്ളത്? പിന്നെ ഉള്ളത് നമ്മൾ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്, ജഡമെന്ന് പറയുന്നത് ആണല്ലോ ഇപ്പം നമ്മൾ വ്യവഹാരത്തിൽ കാണുന്നത്. അപ്പം ജഡത്തിന് ബ്രഹ്മത്തെ അറിയാൻ യോഗ്യതയില്ല എന്നുള്ളത്. കാരണം അചേതനത്തിന് ചേതനത്തെ അറിയാൻ സാധ്യമായിട്ടുള്ള ഒന്നാണ്. ചേതനത്തെ അറിയും, അത് പോട്ടെ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ബ്രഹ്മത്തെ അറിയാൻ യോഗ്യത ആരാണ്? ബ്രഹ്മത്തെ അറിയാൻ യോഗ്യത
ഏതൊരുവനാണോ ചേതനാവാനായിട്ടുള്ളത് അവന് തന്നെയാണ് ബ്രഹ്മത്തെ അറിയാൻ യോഗ്യത. അപ്പം ചേതനാവാനായവൻ്റെ ചേതന എന്താണ്? ചേതനാവാനായവൻ്റെ ചേതന ബ്രഹ്മം തന്നെയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ആരെ അറിയുന്നു? ബ്രഹ്മത്തെ അറിയുന്നു എന്നുള്ളതല്ലാണ്ട് മറ്റാരെ അറിയാൻ എന്ന്. അപ്പോൾ അതാണ് ആത്മജ്ഞാനം. ആത്മനഃ, അവനവൻ്റെ തന്നെ ജ്ഞാനം എന്നവിടെ പറയാൻ കാരണം, മറ്റൊന്നല്ല. അതുകൊണ്ട് തർക്ക അപ്രതിഷ്ഠാനാത്. അപ്പോൾ ഇവിടെ അതല്ലാതെ, ഇപ്പം വേദപ്രമാണം അല്ലാതെ, അപരോക്ഷജ്ഞാനം അല്ലാതെ, ശാസ്ത്രജ്ഞാനം അല്ലാതെ, അപ്പം നമ്മൾ ഈ ശാസ്ത്രജ്ഞാനം എന്ന് പറയുന്നത് അപരോക്ഷജ്ഞാനം എന്ന് പറയുന്നതും അതിൻ്റെ ഒരു പല വാക്കുകൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശാസ്ത്രജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരോക്ഷജ്ഞാനമായിട്ട് നിന്ന് കഴിയും. പക്ഷേ അത് അപരോക്ഷജ്ഞാനമാകുമ്പോൾ മാത്രമാണ് അത് നമുക്ക് ഈ ബ്രഹ്മദർശനം നൽകുന്നതായിട്ട് മാറുന്നത്. അന്യഥ അനുമേയമിതി, അങ്ങനെ വന്നു കഴിഞ്ഞാൽ മറ്റൊരു വിധത്തിലുള്ള യുക്തി കൊണ്ട് ഊഹിച്ചറിയേണ്ടതാണെന്ന് പറയുന്നുവെങ്കിൽ അപ്രകാരമായാലും അവിമോക്ഷപ്രസംഗ, മോക്ഷം സാധ്യമല്ലാതെ വരും. അതായത് ഊഹിച്ചറിയേണ്ടതാണ് സത്യം എന്നുള്ളതാണെങ്കിൽ, അപ്പം ഇവിടെ നമുക്ക് പ്രധാനം ഊഹിച്ചറിഞ്ഞതാണ്. അങ്ങനെ ഊഹിച്ചറിയേണ്ടതാണ് സത്യം എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ അവിമോക്ഷ പ്രസംഗ, വിമോക്ഷം സാധ്യമല്ല. അവിമോക്ഷ പ്രസംഗ, അതായത് എന്തുകൊണ്ട്? തർക്ക അപ്രതിഷ്ഠാന, തർക്കത്തിന് പ്രതിഷ്ഠയില്ലാത്തതിനാൽ. ഒരുവനൊരു തർക്കം കൊണ്ട് വന്നു കഴിഞ്ഞാൽ മറ്റൊരു തർക്കം കൊണ്ട്, അത് ഒരുവനൊരു യുക്തി കൊണ്ട് വന്നു കഴിഞ്ഞാൽ ആ യുക്തിയെ മറ്റൊരു യുക്തി കൊണ്ട് നിഷേധിക്കുന്നു എന്ന്. അതുകൊണ്ടാണല്ലോ വ്യത്യസ്തമായ ദർശനങ്ങൾ സാധ്യമായത്. പ്രധാനവാദികൾ പ്രധാനമാണെന്ന് യുക്തി കൊണ്ട് സ്ഥാപിച്ചെടുത്തപ്പോൾ പരമാണുവാദികൾ പരമാണുക്കളാണെന്ന് യുക്തി കൊണ്ട് സ്ഥാപിച്ചെടുത്തു. അപ്പോൾ ഇങ്ങനെ ഇതൊരു ഉദാഹരണം മാത്രം. ഇപ്രകാരം പലരും പലതും പറയുന്നുണ്ട് എന്ന്. അപ്പം പ്രത്യക്ഷമനുമാനം ച ശാസ്ത്രം ച വിവിധാഗമം ത്രയം സുവിദിതം കാര്യം ധർമ്മശുദ്ധിമഭീപ്സിത ആർഷം ധർമ്മോപദേശം ച വേദശാസ്ത്രാവിരോധിന യസ്തർക്കേണ അനുസന്ധത്തെ സധർമ്മം വേദ നേതരഃ. അപ്പോൾ ഇത് മനുസ്മൃതിയിൽ 12, 105, 106 ഇതെല്ലാം ഈ മനുനീതിയിൽ പറയുകയാണ്. വേദത്തിൽ പറഞ്ഞിട്ടുള്ള ധർമ്മോപദേശത്തെ വേദാനുസാരിയായ തർക്കം കൊണ്ട് അനുസന്ധാനം ചെയ്യുന്നവർ മാത്രം ധർമ്മസ്വരൂപമറിയും. അപ്പം നമുക്ക് ഇവിടെ തർക്കം നമുക്ക് സ്വീകരിച്ചു കഴിഞ്ഞാൽ വേദാനുസൃതമായിട്ടുള്ള തർക്കം സ്വീകരിക്കണം. അതുകൊണ്ടാണ് ദുഷ്തർക്കാത് സുവിരമ്യതാം എന്ന് പറഞ്ഞിരിക്കുന്നത്. ശ്രുതിമതസ്തർക്കോനുസന്ധീയത എന്ന് നമുക്ക് സാധനാപഞ്ചകത്തിൽ ഒരു വരി കിടപ്പുണ്ട്. അതിനാൽ ഇപ്പം ചുരുക്കത്തിൽ ഇതാണ് ഈ ശ്രുതിയിൽ പറഞ്ഞിരിക്കുന്നതല്ലാതെ യുക്തി കൊണ്ട് പ്രധാനാദികൾ കാരണമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് മുഴുവനും അവിടെ സ്വീകാര്യമല്ല. കാരണം ഈ പറഞ്ഞിരിക്കുന്ന യുക്തികൾക്ക് പ്രതിഷ്ഠയില്ലാത്തതിനാൽ. എന്നു മാത്രമല്ല അത് മോക്ഷത്തിന് സാമർഥ്യമുള്ളതായിട്ടും ഭവിക്കത്തില്ല എന്ന്. ഇപ്രകാരം 3-ാം അധികരണം കഴിഞ്ഞു. ഇപ്പം 4-ാം അധികരണം ഇതിൻ്റെ ഭാഗമായിട്ട് പറയുകയാണ് ശിഷ്ടാപരിഗ്രഹാധികരണം എന്ന് പറഞ്ഞു. ഏതേന ശിഷ്ടാപരിഗ്രഹാഃ അപ്പി വ്യാഖ്യാതഃ. 12-ാമത്തെ സൂത്രം ഏതേന. അപ്പോൾ ഇപ്പം ഇത്രയും നേരം പറഞ്ഞിരിക്കുന്ന ആ വാദങ്ങളൊക്കെ ഉണ്ടല്ലോ. ഏതേന ഇതുകൊണ്ട്, പ്രധാനത്തെ നിഷേധിക്കാൻ പറഞ്ഞിട്ടുള്ളതായ വാദങ്ങൾ കൊണ്ട്. ശിഷ്ടാപരിഗ്രഹാഃ അപ്പി, ശിഷ്ടാപരിഗ്രഹാഃ ശിഷ്ടന്മാരാൽ അപരിഗ്രഹാഃ എന്ന്, ശിഷ്ടന്മാരാൽ സ്വീകരിക്കപ്പെടാത്തതായിട്ടുള്ള വാദങ്ങളും. അപ്പോൾ ഇവിടുത്തെ ശിഷ്ടന്മാരെന്ന് പറഞ്ഞാൽ വ്യാസമഹർഷി തുടങ്ങിയിട്ടുള്ളവർ. അപ്പം വ്യാസമഹർഷി, പിന്നെ നമ്മൾ മറ്റുള്ള എല്ലാ ആചാര്യന്മാരും അതിനകത്ത് ഈ വേദത്തിൽ പറഞ്ഞിട്ടുള്ള ആചാര്യന്മാരൊക്കെയാണ് ഇവിടുത്തെ ശിഷ്ടന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് യാജ്ഞവൽക്യ മഹർഷി എന്നൊക്കെ പറയുന്നതെല്ലാം ഋഷിമാരാണ്. പിന്നെ അത് കൂടാതെയുള്ള ആൾക്കാരൊക്കെയാണ് ശിഷ്ടന്മാരെന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ആചാര്യന്മാരെന്നുള്ളതാണ്. അവരാൽ സമ്മതമല്ലാത്ത വാദങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന സാഖ്യവാദത്തിന് സമമായിട്ട്
പരമാണുവാദികൾ എന്നൊക്കെ പറയുന്ന വിഭാഗക്കാരൊക്കെ ഉണ്ട്. അതായത് നമ്മൾ ഈ വൈദിക ദർശനങ്ങളോ അവൈദിക ദർശനങ്ങളോ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പുണ്ട്. അതിനകത്ത് വേദാന്തം ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള എല്ലാ ദർശനങ്ങളും, വൈദികമാവട്ടെ അവൈദികമാവട്ടെ, അവ മുഴുവനും ശിഷ്ടന്മാരാൽ സ്വീകാര്യമല്ല എന്ന് സാരം. അപ്പോൾ അത് ഇവിടെയാണ് പറഞ്ഞിരിക്കുന്നത്, ബ്രഹ്മസൂത്രത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നാട്ടുകാരത് സ്വീകാര്യമല്ല എന്ന് പറയുന്നത് അത് വേറെ കാര്യം. ശിഷ്ടന്മാരാൽ ലേശവും സ്വീകരിക്കപ്പെടാത്ത അണ്വാദിവാദങ്ങളെല്ലാം ഇവിടെ ഉപദേശിക്കപ്പെട്ടു, അവയെല്ലാം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. അതാണ് ഏതേന ശിഷ്ടാപരിഗ്രഹാഹ അപി വ്യാഖ്യാതഃ. വ്യാഖ്യാതഃ എന്ന് പറഞ്ഞാൽ അതും വിശദീകരിച്ചിരിക്കുന്നു. ഇതിനെയാണ് പറയുന്നത് പ്രഥമമല്ല ന്യായം എന്ന് പറയും. പ്രഥമമല്ല ന്യായത്തിൽ ഈ സാഖ്യന്മാരുടെ പ്രധാനം എന്ന് പറയുന്നത് സർവ്വവാദങ്ങൾക്കും ഉപരിയായിട്ട് അവർ പ്രധാനം ഏകാ പ്രകൃതി എന്ന രീതിയിൽ സ്ഥാപിച്ചെടുത്തതാണ്. അപ്പോൾ അത് നിഷേധിച്ച് കഴിഞ്ഞാൽ പരമാണുക്കൾ പഞ്ചപരമാണുക്കളുണ്ടെന്നും ഷഡ്പരമാണുക്കളുണ്ടെന്നും സപ്തപരമാണുക്കളുണ്ടെന്നും, ഇപ്പം നവദ്രവ്യാണി എന്നൊക്കെ ഉണ്ടല്ലോ, സപ്തപദാർത്ഥാഹ ഇതുണ്ട്, ദ്രവ്യഗുണകർമ്മ സാമാന്യ സമവായ വിശേഷ അഭാവാഹ സപ്തപദാർത്ഥാഹ, ഇങ്ങനെ 7 പദാർത്ഥങ്ങളുണ്ടെന്നത് ന്യായ സിദ്ധാന്തത്തിലുള്ളതാണ്. 7 പദാർത്ഥങ്ങളുണ്ടെന്നും ദ്രവ്യം, അതിന് ആദ്യത്തേതാണ് ദ്രവ്യം, രണ്ടാമത്തേത് ഗുണമാണ്, പിന്നെ മൂന്നാമത്തേത് കർമ്മമാണ്. അപ്പം ദ്രവ്യം, ഗുണം, കർമ്മം, പിന്നെ സാമാന്യം, വിശേഷം, സമവായം, ഇങ്ങനെ 3 എണ്ണവും കൂടെ. അത് സാമാന്യമുണ്ട്, ചിലയിടത്ത് വിശേഷമുണ്ട്. അപ്പം ഇത് മൃഗസാമാന്യം എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ ഈ വിശേഷം ഒന്നും വ്യക്തിയും പിന്നെ സമൂഹവും എന്നുള്ള അർത്ഥത്തിലാണ് ഇത് രണ്ടും പോയിരിക്കുന്നത്. പിന്നെ അഭാവം എന്ന് പറയുന്ന പദാർത്ഥങ്ങൾ. ഇത് ദ്രവ്യത്തെ ആണെങ്കിൽ നവദ്രവ്യങ്ങളാണ് അവർ പറയുന്നത്. പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം, കാലം, ദിക്കൊരു ദ്രവ്യമാണ് അവർക്ക്. ദിക്ക്, ആത്മാ ഒരു ദ്രവ്യമാണ്. മനസ്സും ഒരു ദ്രവ്യമാണ്. അപ്പം ദിക്ക്, ആത്മാ, മനസ്സ് ഇവയെല്ലാം ദ്രവ്യങ്ങളായിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തർക്കസംഗ്രഹം എന്ന് പറഞ്ഞ ടെക്സ്റ്റിനകത്ത് കാണാം. അപ്പം ഇതിനകത്ത് ഇതെല്ലാം ഈ ന്യായവൈശേഷികങ്ങളുടെ കൂട്ടത്തിൽ പോകുന്ന ഒന്നിച്ച് അവരുടെയാണ്. അപ്പോൾ ഇതെല്ലാം ഇവിടെ ഇങ്ങനെ പറയുന്നതെല്ലാം ഇവിടെ വ്യാഖ്യാതാഹ എന്ന് പറഞ്ഞാൽ അവരെല്ലാവരെയും നമ്മൾ തർക്കത്തിലൂടെ അവരുടെ എല്ലാം വാദങ്ങൾക്ക് പരിഹാരം കൊടുത്തു കഴിഞ്ഞു എന്ന്. ഓം പൂർണ്ണമതഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.